യെസ്, ഇന്നത്തെ +1 ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. പല കുട്ടികളും ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ചാപ്റ്ററാണത്. അപ്പോൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആദ്യം സംസാരിക്കാം. ശ്രദ്ധിക്കുക, ഇതിലാദ്യം പറയുന്നത് ഹീറ്റ് എന്താണെന്നാണ്. ഹീറ്റ്, അതുപോലെ ടെമ്പറേച്ചർ. ഹീറ്റും ടെമ്പറേച്ചറും. അപ്പോൾ ഹീറ്റും ടെമ്പറേച്ചറും ശ്രദ്ധിക്കുക നിങ്ങൾ. സ്മൈൽ സാർ, ആ ഡസ്റ്റർ ഒന്ന് കൊണ്ടു നോക്കണേ. ഹീറ്റ്, ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഫോം ഓഫ് എനർജി, ഒരു ഊർജ്ജ രൂപമാണ് ഹീറ്റ്. നമ്മളെ അമ്മ ഒരു ഐസ് ബ്ലോക്കുമായിട്ട് ഇങ്ങനെ വരികയാണ് നമ്മുടെ മുമ്പ്. അപ്പം അമ്മയോട് നമ്മൾ പറയാണ്, അമ്മ അത് ഭയങ്കര ഹീറ്റാണ് അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ പറയും, മോൾക്ക് എന്താണ് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? കാരണം ഇത് ഹീറ്റ് എന്ന് പറഞ്ഞാൽ പല ആളുകളുടെയും ധാരണ ചൂടാണ് എന്നാണ്. പല ആളുകളുടെയും ധാരണ. അപ്പോൾ ഈ ചൂട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചൂടാണ് എന്ന് പറയുമ്പോൾ ചൂടല്ല ഹീറ്റ് എന്ന് പറഞ്ഞാൽ. ഹീറ്റ് ഈസ് ദ ഫോം ഓഫ് എനർജി. ഹീറ്റ് ഒരു ഊർജ്ജ രൂപമാണ്. ഇത് ഹീറ്റ് അറ്റ് ലോ ടെമ്പറേച്ചർ ഈസ് കോൾഡ് കോൾഡ്. അപ്പോൾ ഐസിന് നമുക്ക് കോൾഡ് എന്ന് പറയാം, അല്ലാണ്ട് ഹീറ്റ് എന്ന് പറയുന്നത് തെറ്റല്ല. അത് ലോ ടെമ്പറേച്ചറിൽ ഹീറ്റ് തന്നെയാണ്, ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് തന്നെയാണ്. ഈ ഹീറ്റിൻ്റെ മെഷർമെൻറ്റാണ് ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന 3 സ്കെയിലുകളുണ്ട്. ആ സ്കെയിലുകൾ വിളിക്കുന്ന പേരാണ് ടെമ്പറേച്ചർ മെഷറിംഗ് സ്കെയിൽ അഥവാ തെർമോമീറ്റർ. അപ്പോൾ ഹീറ്റ് മെഷർ ചെയ്യുന്ന സ്കെയിലിനെ വിളിക്കുന്ന പേര് കലോറിമീറ്റർ, ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന സ്കെയിലിനെ വിളിക്കുന്ന പേര് തെർമോമീറ്റർ. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് ഏതൊക്കെയാണ് നമുക്ക് മുമ്പിലുള്ള ടെമ്പറേച്ചർ സ്കെയിൽസ് എന്ന് നോക്കാം. 3 സ്കെയിലുകളാണ് നമുക്ക് മുമ്പിൽ ടെമ്പറേച്ചർ സ്കെയിൽസ് ആയിട്ടുള്ളത്, അഥവാ തെർമോമീറ്റേഴ്സ് ആയിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഇത് 1ാമത്തെ സ്കെയില്, ഇത് 2ാമത്തെ സ്കെയില്, 3ാമത്തെ സ്കെയില്. 1 സെൽഷ്യസ്, 2 ഫാരൻഹീറ്റ്, 3 കെൽവിന്. 1 സെൽഷ്യസ്, 2 ഫാരൻഹീറ്റ്, 3 കെൽവിന്. ഇവിടെ നമുക്ക് BP, ഇവിടെ MP. ശ്രദ്ധിക്കുക, ഇത് ബ്ലഡ് പ്രഷറല്ല, ഭാര്യയെ പേടിയല്ല, ഇത് മക്കളെ പേടിയല്ല. കൃത്യമായി ശ്രദ്ധിക്കുക എന്തൊക്കെയാണെന്ന്. ദിസ് ഈസ് ബോയിലിംഗ് പോയിൻറ്റ്. ഇത് ബോയിലിംഗ് പോയിൻ്റാണ്. ഇത് മെൽറ്റിംഗ് പോയിൻ്റാണ്. ഇത് അബ്സല്യൂട്ട് 0 പോയിൻ്റാണ്. അല്ലാണ്ട് ശ്രദ്ധിക്കുക, ബോയിലിംഗ് പോയിൻറ്റ്, മെൽറ്റിംഗ് പോയിൻറ്റ്, അബ്സല്യൂട്ട് 0 പോയിൻറ്റ്. അപ്പോൾ നമുക്ക് സെൽഷ്യസ് സ്കെയിലിലെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് 0 ആണ്. ഫാരൻഹീറ്റ് സ്കെയിലിലെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 212 ഫാരൻഹീറ്റ് ആണ്. മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 32 ഫാരൻഹീറ്റ് ആണ്. കെൽവിൻ സ്കെയിലിലെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് 373 കെൽവിൻ. മെൽറ്റിംഗ് പോയിൻ്റ് 273 കെൽവിൻ. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അത് കോമ്പറ്റേറ്റീവ് എക്സാംസിന്, നീറ്റിന്, കീമിനൊക്കെ ചോദിക്കുന്നതാണ്, ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ്. ഒരു സ്കെയിൽ റീഡിങ് തരും, എന്നിട്ട് മറ്റൊരു സ്കെയിൽ റീഡിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും. അപ്പോൾ ഇങ്ങനെ ഒരു കൺവേർട്ടിങ്ങിൻ്റെ പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് ഇവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. നമുക്ക് മക്കളെ, ഞാൻ പറയുന്നത് നിങ്ങൾ ഏറ്റു ചൊല്ലുക. GT മൈനസ് MP ബൈ ND ബിറ്റ്വീൻ BP ആൻഡ് MP ഈക്വൽ ടു NT മൈനസ് MP ബൈ ND ബിറ്റ്വീൻ BP ആൻഡ് MP. നിങ്ങളൊന്നുകൂടെ പാടിയേ. എന്താണ്? GT മൈനസ് MP ബൈ ND ബിറ്റ്വീൻ BP ആൻഡ് MP ഈക്വൽ ടു NT മൈനസ് MP ബൈ ND ബിറ്റ്വീൻ BP ആൻഡ് MP. നിങ്ങൾ ഈ ഒരു കവിതയൊന്നല്ല, എന്തോ ഒരു സാധനം, അതൊരു 3-4 പ്രാവശ്യം അങ്ങ് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി ഇപ്പോൾ ഏത് എക്സാമിന് ഏത് സ്കെയിൽ റീഡിങ് തന്നാലും ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറയും. ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം നിങ്ങൾക്ക് സെൽഷ്യസ് ടു കെൽവിൻ കൺവേർട്ട് ചെയ്ത് തരാം. ഇതൊരു സിമ്പിൾ കൺവേർഷനാണ്, നിങ്ങൾക്കൊക്കെ അറിയാലോ. അപ്പോൾ നമുക്ക് ഗിവൺ ടെമ്പറേച്ചർ കെൽവിനാണ് കണ്ടുപിടിക്കുന്നത്. ഗിവൺ ടെമ്പറേച്ചർ സെൽഷ്യസ്, C മൈനസ് MP റെപ്രസെൻറ്റ് മെൽറ്റിംഗ് പോയിൻറ്റ്. എത്രയാണ് നമുക്ക് സെൽഷ്യസ് സ്കെയിലിലെ മെൽറ്റിംഗ് പോയിൻറ്റ്? 0 by number of division between boiling point and melting point. ND between BP and MP എന്താണ്? number of division between boiling point and melting point. അപ്പോൾ എന്താണ്? 100. C minus 0 by 100 equal to needed temperature, കണ്ടുപിടിക്കേണ്ട ടെമ്പറേച്ചർ എന്താണ്? K minus melting point. Kelvin scale melting point 273.15 ആണ് accurate value. നമ്മൾ 273 എന്ന് എഴുതിയിട്ടുള്ളൂ. K minus 273 by number of division between boiling point and melting point 100. 273 minus 373 minus 273 100. Then നമുക്ക്
ഈ 100 തട്ടിപ്പോയില്ലേ? എന്താ ബാക്കിയുള്ളത്? C ഈക്വൽ ടു K മൈനസ് 273. അപ്പോൾ നമുക്ക് K ഈക്വൽ ടു C പ്ലസ് 273. ഈസി ആയിട്ട് കൺവേർഷൻ പോസിബിൾ ആയല്ലോ. എന്നാൽ ഒരു ടെക്നിക്കും കൂടെ ഇതാ നമ്മൾ, അതായത് എന്താ ഒന്നുകൂടെ പറയാണ്, GT മൈനസ് MP ബൈ ND ബിറ്റ്വീൻ BP ആൻഡ് MP ഈക്വൽ ടു NT മൈനസ് MP ബൈ ND ബിറ്റ്വീൻ BP ആൻഡ് MP. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് സ്കെയിൽ റീഡിംഗ് തന്നാലും, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പുതിയൊരു ബോയിലിംഗ് പോയിൻറ്റും മെൽറ്റിംഗ് പോയിൻറ്റ് തന്നൊരു സ്കെയിലിൽ റീഡിംഗ് തരും. എന്നിട്ട് നമ്മൾ പഠിച്ച ഈ 3 സ്കെയിൽ ഏതെങ്കിലും ഒരു വാല്യൂയിൽ കൺവേർട്ട് ചെയ്യാൻ പറയും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക, ഒരു എക്സാമ്പിളും കൂടെ പ്രോബ്ലം ആയിട്ട് ഞാൻ ചെയ്യാം, ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സെൽഷ്യസ് ടു ഫാരനീറ്റ്, സെൽഷ്യസ് സ്കെയിൽ റീഡിംഗ് നമുക്ക് തന്നിട്ടുണ്ട്. ഫാരനീറ്റ് സ്കെയിൽ റീഡിംഗ് നമുക്ക് കാണണം. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചോളൂ, C മൈനസ് 0/100. നമുക്ക് ഗിവൺ ടെമ്പറേച്ചർ C ആണ്, മെൽറ്റിംഗ് പോയിൻറ്റ് 0 ആണ്, നമ്പർ ഓഫ് ഡിവിഷൻ ബിറ്റ്വീൻ ബോയിലിംഗ് പോയിൻറ്റ് ആൻഡ് മെൽറ്റിംഗ് പോയിൻറ്റ് 0 ആണ്. ഈക്വൽ ടു നീഡഡ് ടെമ്പറേച്ചർ, കണ്ടുപിടിക്കേണ്ട ടെമ്പറേച്ചർ ഫാരനീറ്റ് ആണ്. F മൈനസ് എന്താണ് ഇനി വേണ്ടത്? മെൽറ്റിംഗ് പോയിൻറ്റ്. എന്താണ് ഫാരനീറ്റ് സ്കെയിലിലെ മെൽറ്റിംഗ് പോയിൻറ്റ്? 32 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻ ബിറ്റ്വീൻ ബോയിലിംഗ് പോയിൻറ്റ് ആൻഡ് മെൽറ്റിംഗ് പോയിൻറ്റ്, ദാറ്റ് ഈസ് 180. 212 മൈനസ് 32 ഈക്വൽ ടു 180. മക്കളെ, ഇവിടുത്തെ ഒരു 0 തട്ടിപ്പോയില്ലേ? 10ഉം 18ഉം വെട്ടിപ്പോയില്ലേ? ഇവിടെ 5 ഉണ്ടാകും, ഇവിടെ 9 ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഈ 9 അടുത്തോട്ട് പോന്നാൽ 9/5 C ഈക്വൽ ടു F മൈനസ് 32 എന്ന് എഴുതാലോ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫാരനീറ്റ് സ്കെയിൽ റീഡിംഗ് അല്ലേ? അപ്പോൾ നമുക്ക് F ഈക്വൽ ടു 9/5 C പ്ലസ് 32. 9/5 C പ്ലസ് 32 നമുക്ക് ഫാരനീറ്റ് സ്കെയിൽ റീഡിംഗ് കണ്ടെത്താൻ പറ്റി. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ സ്കെയിലിലെയും റീഡിംഗ് കണ്ടുപിടിക്കുന്നത്. നമ്മളിപ്പോൾ ഈ റീഡിംഗ് കൺവേർട്ടിംഗ് ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് ഇപ്പം നിങ്ങളെ പഠിപ്പിച്ചത്. ഒരു പ്രോബ്ലം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്തുതരാം, ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ യുണീക്ക് വാല്യൂ ഓഫ് സെൽഷ്യസ് സ്കെയിൽ ആൻഡ് ഫാരനീറ്റ് സ്കെയിൽ. ഫാരനീറ്റ് സ്കെയിലെയും സെൽഷ്യസ് സ്കെയിലെയും യുണീക്ക് വാല്യൂ ഒരു പ്രോബ്ലം ചോദിക്കുകയാണ് നിങ്ങൾ. ഒരു കോമൺ വാല്യൂ സെൽഷ്യസ് സ്കെയിലെയും ഫാരനീറ്റ് സ്കെയിലെയും കോമൺ വാല്യൂ വരുന്നൊരു പ്രോബ്ലം. ഇതൊരു പ്രീവിയസ് സ്കീമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, എങ്ങനെ ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാം. കോമൺ വാല്യൂ ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് C മൈനസ് 0/100 ഈക്വൽ ടു F മൈനസ് 32/180 ആണ് സെൽഷ്യസ് സ്കെയിലെയും ഫാരനീറ്റ് സ്കെയിലെയും കൺവേർഷൻ്റെ ടൂള്. ഇത് ഗിവൺ ടെമ്പറേച്ചർ, നീഡഡ് ടെമ്പറേച്ചർ എന്താ വെച്ചാൽ കൊടുക്കാം. ഇവരെന്താ ചോദിച്ചത്? സെൽഷ്യസ് സ്കെയിലും ഫാരനീറ്റ് സ്കെയിലും ഒരേ വാല്യൂ വരുന്ന സംഖ്യ ഏതാണ്? നമുക്കതിൻ്റെ മൂല്യം കാണണം. നമ്മൾ സിക്ക് X എന്ന് കൊടുത്തു. X മൈനസ് 0/100 ഈക്വൽ ടു X മൈനസ് 32/180 ഇങ്ങനെ എഴുതാലോ. ഇവിടെ നിന്നൊരു 0 തട്ടിപ്പോയി, 0 വെട്ടിപ്പോയി, നമുക്ക് 10ഉം 18ഉം വെട്ടി, 5, 9. അപ്പോൾ നമുക്ക് 9 ഇങ്ങോട്ട് പോന്നാൽ 9x ഈക്വൽ ടു 5 ഇൻറ്റു X മൈനസ് 32. അപ്പോൾ നമുക്ക് 9x ഈക്വൽ ടു 5x മൈനസ് നമുക്ക് 32 ഇൻറ്റു 5. അപ്പോൾ നമുക്ക് 5 3 150, 32 ഇൻറ്റു 5, 2 5 10, 3 5 15 3 16, 160. അപ്പോൾ നമുക്ക് 160 എന്ന് കിട്ടും. 32 ഇൻറ്റു 5 160. മക്കളെ ശ്രദ്ധിക്കൂ. അപ്പോൾ നമുക്ക് ഈ 5x ഇങ്ങോട്ട് പോന്നാൽ 9x മൈനസ് 5x ഈക്വൽ ടു മൈനസ് 160 അല്ലേ? 9x മൈനസ് 5x എന്ന് പറഞ്ഞാൽ 4x അല്ലേ? അപ്പോൾ 4x ഈക്വൽ ടു മൈനസ് 160 അല്ലേ? അപ്പോൾ x ഈക്വൽ ടു മൈനസ് 160/4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 40. 160 4 4 16. -40 ആണ് സെൽഷ്യസ് സ്കെയിലിലും ഫാരനീറ്റ് സ്കെയിലിലും കോമൺ ആയിട്ട് വരുന്ന വാല്യൂ. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചറിൻ്റെ കൺവേർഷൻ ടൂൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. 3 സ്കെയിലുകൾ നമ്മൾ പരിചയപ്പെട്ടു. സെൽഷ്യസ് സ്കെയിൽ, ഫാരനീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം നിങ്ങൾക്ക് വരാനിരിക്കുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഈ ചാപ്റ്ററിൽ പറയുന്ന ഒരു പോയിന്റ് തെർമൽ എക്സ്പാൻഷൻ ആണ്. എന്താണ് തെർമൽ എക്സ്പാൻഷൻ? ഒന്നുമില്ല, ചൂടാക്കുമ്പോൾ വസ്തുക്കളുടെ വോളിയം വികസിക്കുന്ന, ലെങ്ത് വികസിക്കുന്ന, അല്ലെങ്കിൽ ഏരിയ വികസിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് തെർമൽ എക്സ്പാൻഷൻ. അപ്പോൾ നമുക്ക് ആദ്യം ലീനിയർ എക്സ്പാൻഷൻ നോക്കാം. 3 ടൈപ്പ് തെർമൽ എക്സ്പാൻഷൻ ഉള്ളത്. 1 ലീനിയർ എക്സ്പാൻഷൻ, 2 സർഫസ് എക്സ്പാൻഷൻ, 3 ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ വോളിയം എക്സ്പാൻഷൻ. അപ്പോൾ നമ്മളൊരു വയറ്, മക്കളെ നന്നായി ശ്രദ്ധിക്കട്ടോ, ഒരു വയറ്, ഈ വയറിൻ്റെ ലെങ്ത്ത്, ഒറിജിനൽ ലെങ്ത്ത് L ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ ചൂടാക്കിയ സമയത്ത് ഇതിൻ്റെ ലെങ്ത്ത് ഇത്ര കണ്ട് ഇൻക്രീസ് ചെയ്തു, ഡെൽറ്റയിൽ. അപ്പോൾ നമുക്ക് ഹീറ്റ് അപ്ലൈ ചെയ്തപ്പോഴാണ് ഡെൽറ്റയിൽ ഇൻക്രീസ് ചെയ്തത്. ഒരു പക്ഷേ ഈ വയറിൻ്റെ ഒറിജിനൽ ലെങ്ത്ത് ഇത്രയായിരുന്നുവെങ്കിൽ
നമുക്കിതിനെ ചൂടാക്കുന്ന സമയത്ത് ഇൻക്രീസ് ഇൻ ലെങ്ത് ഇത്ര കിട്ടുമായിരുന്നു. അപ്പോൾ ഒരു വയറിൻ്റെ വലിപ്പം കൂടുന്തോറും അത് ചൂടാക്കുന്ന സമയത്ത് കിട്ടാവുന്ന ഇൻക്രീസിങ് ലെങ്ത്തും കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എഴുതാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ചെറിയ വയറായപ്പോൾ കുറഞ്ഞ ഇൻക്രീസ് ഇൻ ലെങ്ത് കിട്ടിയിട്ടുള്ളൂ ചൂടാക്കിയ സമയത്ത്. എന്നാൽ വലിയ വയറായപ്പോൾ നമുക്ക് കൂടുതൽ ഇൻക്രീസ് ഇൻ ലെങ്ത് കിട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻക്രീസ് ഇൻ ലെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒറിജിനൽ ലെങ്ത്. ഇൻക്രീസ് ഇൻ ലെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒറിജിനൽ ലെങ്ത്. ഇൻക്രീസ് ഇൻ ലെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻക്രീസ് ഇൻ ലെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഒറിജിനൽ ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ഡെൽറ്റ എൽ പ്രൊപ്പോർഷണൽ ടു എൽ, അതുപോലെ ഡെൽറ്റ എൽ പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. നമ്മൾ ചൂടാക്കുന്ന സമയത്തുള്ള ടെമ്പറേച്ചർ റൈസും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഈ രണ്ട് ഇക്വേഷനും കൂടെ നമുക്ക് എഴുതാം ഇൻക്രീസ് ഇൻ ലെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൽ ഡെൽറ്റ ടി. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു കോൺസ്റ്റൻറ്റ് ഇവിടെ വേണം. പ്രൊപ്പോർഷണലിന് ഈക്വൽ ടു എന്ന് എഴുതണമെങ്കിൽ ഒരു സ്ഥിരസംഖ്യ വേണം. ആ സ്ഥിരസംഖ്യ എന്താ? ഡെൽറ്റ എൽ ഈക്വൽ ടു ആൽഫ എൽ എൽ ഡെൽറ്റ ടി. ഈ ആൽഫ എല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. എന്താ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആൽഫ എൽ ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. അപ്പോൾ നമ്മൾ ലീനിയർ എക്സ്പാൻഷൻ പഠിച്ചു. നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു ഒബ്ജക്റ്റ് ഹീറ്റ് ആക്കുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത് കൂടുന്നതിന് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയും. അപ്പോൾ മക്കളെ ഏരിയ കൂടുന്നതിന് ഏരിയ എക്സ്പാൻഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ സർഫസ് എക്സ്പാൻഷൻ എന്ന് പറയാം. ഇനി നിങ്ങൾ പറയും എങ്ങനെ എഴുതാം? നമുക്ക് ഡെൽറ്റ എ പ്രൊപ്പോർഷണൽ ടു ഒറിജിനൽ ഏരിയ, ഡെൽറ്റ എ പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. അടുത്ത എന്താ? ഡെൽറ്റ എ പ്രൊപ്പോർഷണൽ ടു എ ഡെൽറ്റ ടി. രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് എഴുതാലോ. ഇവിടെയും നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് വേണ്ട ഈക്വൽ ടു എന്ന് എഴുതണമെങ്കിൽ. അപ്പോൾ ഡെൽറ്റ എ പ്രൊപ്പോർഷണൽ ടു ഈക്വൽ ടു ആൽഫ എ ഡെൽറ്റ ടി. ആൽഫ എ ഈസ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ഇതെന്താ? കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അപ്പോൾ ഇതെന്താ? കോഎഫിഷ്യൻ്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ. അപ്പോൾ ആൽഫ എ ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ ഡെൽറ്റ ടി. അതുപോലെ നമുക്ക് എന്തെഴുതാം? ക്യൂബിക്കൽ എക്സ്പാൻഷൻ. ചൂടാക്കുന്ന സമയത്ത് വോളിയം എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിനെ ക്യൂബിക്കൽ എക്സ്പാൻഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഡെൽറ്റ വി ഇൻക്രീസ് ഇൻ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒറിജിനൽ വോളിയം. നിങ്ങൾ പറയും അടുത്ത സ്റ്റെപ്പ് എന്താ? നിങ്ങൾക്കറിയാലോ, കോമൺ അല്ലേ? ഡെൽറ്റ വി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ ടി. അപ്പോൾ ഡെൽറ്റ വി ഈക്വൽ ടു ഇത് കോമൺ ആയിട്ട് നമുക്ക് എന്തെഴുതാം? ഡെൽറ്റ വി പ്രൊപ്പോർഷണൽ ടു വി ഡെൽറ്റ ടി. വി ഡെൽറ്റ ടി. അപ്പോൾ ഡെൽറ്റ വി ഈക്വൽ ടു ആൽഫ വി വി ഡെൽറ്റ ടി. ആൽഫ വി വി ഡെൽറ്റ ടി. അപ്പോൾ ദിസ് ആൽഫ വി ഈസ് കോൾഡ് വാട്ട്? ദിസ് ഈസ് വാട്ട്? കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. ദിസ് ഈസ് വാട്ട്? കോഎഫിഷ്യൻ്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ. അപ്പോൾ ഇതെന്താണ് മക്കളെ? പറയൂ. coefficient of area, coefficient of volume expansion or coefficient of cubical expansion, then we get alpha V equal to delta V by V delta T. പരീക്ഷകർക്ക് ചോദിച്ചിരുന്നു കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ്റെ യൂണിറ്റ് എന്താണ്? നിങ്ങൾ നോക്കിയിട്ട് പറയും. ഇത് നമുക്ക് ലീനിയർ എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ, ഇത് ഏരിയ എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ, ഇത് വോളിയം എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ. നോക്കിയിട്ട് പറയും കൃത്യമായിട്ട് എന്താ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷൻ്റെ യൂണിറ്റ്. നമുക്ക് നോക്കാം. ഇവിടെ ലെങ്ത്തും തട്ടിപ്പോകും. അപ്പോൾ 1/Δt ബാക്കിയുള്ളൂ. ഏരിയ തട്ടിപ്പോകും. 1/Δt ബാക്കിയുള്ളൂ. വോളിയം തട്ടിപ്പോകും. നമ്മൾ യൂണിറ്റ് കാണുമ്പോൾ എല്ലായിടത്തും ഡിനോമിനേറ്റർ ടെമ്പറേച്ചർ മാത്രം ബാക്കിയായി. അപ്പോൾ യൂണിറ്റ് എന്താ? കെൽവിൻ ഇൻവേഴ്സ്. What is the coefficient of thermal expansion? What is the unit of coefficient of thermal expansion? That is Kelvin inverse. Kelvin inverse ആണ് coefficient of thermal expansion ന്റെ യൂണിറ്റ്. ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത പോയിന്റ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ ആണ്. വെള്ളത്തിൻ്റെ അസാധാരണ സ്വഭാവം. ഒരു പക്ഷേ ദൈവം ഇങ്ങനെ ഒരു അനുഗ്രഹം വെള്ളത്തിന് നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ ദുരന്തത്തിലാകുമായിരുന്നു. കാരണം ഈ പരിസ്ഥിതി ഈ ഒരു രൂപത്തിൽ സന്തുലനപ്പെടില്ലായിരുന്നു. അതിൻ്റെ ഒരു കാരണമാണ് ദൈവം വെള്ളത്തിന് കനിഞ്ഞു നൽകിയ അനുഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. വെള്ളത്തിൻ്റെ അസാധാരണ സ്വഭാവം. സാധാരണ കേസിൽ നമുക്ക് ടെമ്പറേച്ചർ പ്രൊപ്പോർഷണൽ ടു വോളിയാണ്. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ വോളിയം കൂടും. എന്നാൽ വെള്ളത്തിന് മാത്രം ദൈവം കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത് നമുക്ക് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് സംഭവിക്കുന്നത്. വെള്ളത്തിൻ്റെ കേസിൽ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടറിൽ പറയുന്നത് നമ്മൾ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ അതിൻ്റെ വോളിയം ഇങ്ങനെ കുറഞ്ഞു വരും.
ഒരു മിനിമം വാല്യൂയിലെത്തുമ്പോൾ 4 ഡിഗ്രി സെൽഷ്യസ് 4 ഡിഗ്രി സെൽഷ്യസിലെത്തുമ്പോഴാണ് അതിൻ്റെ വോളിയം മിനിമം ആവുക. പിന്നെയും വോളിയം കൂടും. അപ്പോൾ എന്താ സംഭവം? 4 ഡിഗ്രിക്ക് അങ്ങോട്ട് കൂട്ടുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുകയാണെങ്കിലും വോളിയം കൂടും, ടെമ്പറേച്ചർ കുറയ്ക്കുകയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണ്, 4 ഡിഗ്രിയിൽ നിന്ന് അങ്ങോട്ട് കൂട്ടുകയാണെങ്കിലും വോളിയം കൂടും, 4 ഡിഗ്രിയിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടുകയാണെങ്കിൽ കുറയ്ക്കുകയാണെങ്കിലും വോളിയം 0 ഡിഗ്രിയാണ്, വോളിയം കുറയും. ഇതാണ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. വാട്ടർ എക്സ്പാൻഡ് when it is heated or cooled. വെള്ളം ചൂടാക്കുകയാണെങ്കിലും തണുപ്പിക്കുകയാണെങ്കിലും വോളിയം കൂടും. നമുക്കറിയാലോ, നമ്മൾ വെള്ളം ചൂടാക്കുകയാണ്, അപ്പോൾ തിളച്ചു മറിയും എന്ന് പറഞ്ഞാൽ വോളിയം കൂടും. നമ്മളൊരു ഐസ് ബോട്ടിൽ വെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. മക്കളാരും ആ ഫ്രിഡ്ജ് തുറന്ന് വെള്ളം കഴിച്ചിട്ടില്ലെങ്കിൽ, വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ, പിറ്റേ ദിവസം കംപ്ലീറ്റ്ലി അത് ഫുള്ളി ഫിൽഡ് ആണെങ്കിൽ ആ ഐസ് ബോട്ടിലിൻ്റെ കോർണറൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കൊക്കക്കോളയുടെ കുപ്പിയൊക്കെ മഴയിൽ ഷാർപ്പ് തന്നെ ഉണ്ടാവും, അവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ടാകും. എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഐസ് എക്സ്പാൻഡ് ചെയ്യാണ്. ഒരു പാത്രത്തിൽ, സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം എടുത്തു, ആ വെള്ളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചു. സ്വാഭാവികമായി അതിൻ്റെ പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. പക്ഷേ എടുക്കുമ്പോൾ നമുക്കൊരു കോൺവെക്സ് ഷേപ്പിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ ഈ രൂപത്തിൽ ഇങ്ങനെ ചെറിയൊരു കർവ്ഡ് ഷേപ്പ് കാണാം മുകളിൽ ഐസ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ വോളിയം കൂടിയതാണ്. വെള്ളം നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഐസ് നമ്മൾ തമിഴ്ത്തി കഴിഞ്ഞാലും അതിലേക്കൊക്കെ വെള്ളം ഒഴിച്ച് കുറച്ച് മെൽറ്റാക്കിയിട്ട് ആ വോളിയം കുറച്ച് കൊണ്ടുവന്നാലേ നമുക്ക് ആ ഐസിനെ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അറിയാലോ. എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് മാത്രം ദൈവം കനിഞ്ഞു നൽകിയ അനുഗ്രഹമാണ്. ചൂടാക്കിയാലും എക്സ്പാൻഡ് ചെയ്യും, തണുപ്പിച്ചാലും എക്സ്പാൻഡ് ചെയ്യും. ദിസ് ഈസ് കോൾഡ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. അപ്പോൾ വെള്ളത്തിൻ്റെ മിനിമം വോളിയം എന്ന് പറയുന്നത് 4 ഡിഗ്രി സെൽഷ്യസാണ്. അപ്പോൾ നമ്മളിവിടെ എന്തുകൊണ്ടാണ് ഇത് ഡിസ്കസ് ചെയ്യാൻ കാരണം? ഇത് ഡിസ്കസ് ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ലൈക്കിൽ പോൺസിലൊക്കെ അല്ലേ അക്വാട്ടിക് ലിവിങ്സ് ഓർഗാനിസംസ് ഒക്കെ ജീവിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ വിൻ്റർ സീസണിൽ ശ്രദ്ധിക്കുക, വിൻ്റർ സീസണിൽ എന്താ സംഭവിക്കുക? നമുക്ക് ഒരു പോണ്ട് അല്ലെങ്കിൽ ഒരു ലൈക്ക് തണുപ്പ് സമയമാകുമ്പോൾ നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ വരലുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ വി പ്രൊപ്പോർഷണൽ എന്ന് പറയുന്ന നിയമപ്രകാരമാണെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഇങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ, അഥവാ ഗ്രാഫ് ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ, അതായത് വി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ, എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ 0 ആകുമ്പോൾ വോളിയം ഏറ്റവും മിനിമം ആയിരിക്കും. ടെമ്പറേച്ചർ 0 വരുമ്പോൾ വോളിയം ഏറ്റവും മിനിമം ആയിരിക്കും. അങ്ങനെ വോളിയം മിനിമം വരുമ്പോൾ എന്താ സംഭവിക്കുക? ഡെൻസിറ്റി കൂടും. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് പെർ വോളിയാണ്. എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയാണ്. സാന്ദ്രത വ്യാപ്തത്തിൻ്റെ വിപരീത അനുപാതത്തിലാണ് ഡെൻസിറ്റി സാന്ദ്രത. അപ്പോൾ ഡെൻസിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആകുമ്പോൾ വോളിയം ഏറ്റവും മിനിമം ആകുമ്പോൾ ഡെൻസിറ്റി കൂടും. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഡെൻസിറ്റി കൂടിയ ഒരു വസ്തു എവിടെ ഉണ്ടാവുക? വെള്ളത്തിൻ്റെ ഏറ്റവും താഴെ ഉണ്ടാവുക. ഡെൻസിറ്റി കുറഞ്ഞ വസ്തു വെള്ളത്തിൽ പൊങ്ങി നിൽക്കും. ഡെൻസിറ്റി ഏറ്റവും കൂടിയ വസ്തു വെള്ളത്തിൻ്റെ ഏറ്റവും താഴെ ഉണ്ടാവുക, ഡെൻസിറ്റി കൂടിയ വസ്തു വെള്ളത്തിൽ പൊങ്ങി നിൽക്കും. അപ്പം ഇവിടെ ശ്രദ്ധിക്കുക, കുട്ടികളെ ശ്രദ്ധിക്കുക, ടെമ്പറേച്ചർ ഏറ്റവും 0 വരുമ്പോൾ വോളിയം ഏറ്റവും കുറവല്ലേ? അങ്ങനെ കുറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഡെൻസിറ്റി കൂടുതലല്ലേ? ഡെൻസിറ്റി കൂടിയാൽ ഫ്രീസിങ് സ്റ്റാർട്ടിങ് ഫ്രം ബോട്ടം ടു അപ്പ്, ഇവിടെ ഐസാവാൻ തുടങ്ങും. ഒരു പുഴയിൽ 0 ഡിഗ്രി -ഡിഗ്രിയിലൊക്കെ നമുക്ക് നാട്ടിൽ -ഡിഗ്രിയൊക്കെ ഉണ്ടാവാറുണ്ട്. കാശ്മീരിലും അവിടെ ഇവിടെയൊക്കെ -ഡിഗ്രിയിലൊക്കെ സെൽഷ്യസ് വരാറുണ്ട്. അപ്പോൾ സ്വാഭാവികം അവിടുത്തെ ലൈക്സും പോൺസൊക്കെ പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലൊക്കെ അതേപോലെ ടെമ്പറേച്ചർ വരുന്ന, ഈ അടുത്ത് ഡൽഹിയിൽ വരെ നമുക്ക് 10 ഡിഗ്രി താഴേക്ക് ടെമ്പറേച്ചർ വന്നു. അപ്പോൾ ഇങ്ങനെ താഴേന്ന് ഐസാവാൻ തുടങ്ങും. അപ്പോൾ ഇതിലെ മത്സ്യങ്ങളും മറ്റു പ്ലാന്റ്സൊക്കെ, കടലിലുള്ള പ്ലാന്റ്സും അല്ലെങ്കിൽ നമുക്ക് ലൈക്കിലും പോൺസിലൊക്കെ വളരുന്ന പ്ലാന്റ്സൊക്കെ എന്ത് ചെയ്യും? നശിച്ചു പോകും. അപ്പോൾ അക്വാട്ടിക് ലിവിങ്സും ഓർഗാനിസംസും സേഫായി നിൽക്കുന്നത് ദൈവം ഇങ്ങനെ ഒരു അനുഗ്രഹം വെള്ളത്തിന് ചൊരിഞ്ഞു നൽകിയത് കൊണ്ടാണ്. ദിസ് ഈസ് കോൾഡ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. ഇനി ഇത് പ്രകാരമാണെങ്കിൽ എങ്ങനെ അവ സേഫാവും നോക്കാം. ഇത് ഈ ഗ്രാഫ് പ്രകാരമാണെങ്കിൽ ഇവിടുന്ന് അങ്ങനെ ഐസായി തുടങ്ങും. കാരണം ഐസാകുന്നത് മുഴുവൻ വെള്ളത്തിന് താഴെ ഉണ്ടാകും. അപ്പോൾ ഫ്രീസിങ് സ്റ്റാർട്ട് ഫ്രം ബോട്ടം ടു അപ്പ്. ഇഫ് ദ വാട്ടർ ഡിഡ് നോട്ട് ഹാവ് ദിസ് പ്രോപ്പർട്ടി, വെള്ളത്തിന് അനോമലസ് ബിഹേവിയർ ഇല്ലായിരുന്നുവെങ്കിൽ ദ ലിവിങ്സ് ആൻഡ് ഓർഗാനിസംസ് മച്ച് ഡിസ്ട്രോയിഡ്, അവ നശിച്ചു പോകുമെന്നാണ് NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞു ഫ്രീസിങ് ഇവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങും. ഇനി നമ്മൾ ഈ ഗ്രാഫ് പ്രകാരം, ഇതാണ് നമുക്ക് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. ഈ ഗ്രാഫ് പ്രകാരം എന്താ മക്കളെ സംഭവിക്കുന്നത്? ശ്രദ്ധിച്ചോളൂ. നമുക്ക് ഈ ഗ്രാഫ് പ്രകാരം ടെമ്പറേച്ചർ കുറഞ്ഞു വരിക. ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോൾ നമുക്ക് 4 ഡിഗ്രിയായി. 4 ഡിഗ്രിയിലാണ് മിനിമം വോളിയം. 4 ഡിഗ്രിയിൽ ഐസാണോ വെള്ളമാണോ? അത് വെള്ളമല്ലേ. 4 ഡിഗ്രിയിൽ വെള്ളമല്ലേ. ഇനി സ്വാഭാവികമായിട്ടും ഇവിടെ എത്തി 3 ഡിഗ്രി, 2 ഡിഗ്രി, 1 ഡിഗ്രി. അപ്പോൾ വോളിയം കൂടല്ലേ. 0 ഡിഗ്രിയിലല്ലേ ഐസായി മാറുന്നത്. അപ്പോൾ വോളിയം കൂടല്ലേ. ഈ വോളിയം കൂടുമ്പോൾ ഈ 0 ഡിഗ്രിയിലാണ് ഐസായി മാറുന്നത്. ഈ വോളിയം കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഐസായി മാറുന്ന സമയത്ത് വോളിയം കൂടുതലാണ്. ആണല്ലോ, ഗ്രാഫ് പ്രകാരം ഐസായി മാറുമ്പോൾ വോളിയം കൂടുതലല്ലേ. അങ്ങനെ വോളിയം കൂടുമ്പോൾ എന്താ സംഭവിക്കുക? ഡെൻസിറ്റി കുറയൂലേ. ഡെൻസിറ്റി കുറഞ്ഞ വസ്തു വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി നിൽക്കൂലേ. നിങ്ങൾ ജ്യൂസ് കടയിൽ ജ്യൂസ് കുടിക്കാൻ കയറാറില്ലേ? ആ ജ്യൂസിലിട്ട് ഐസ് വെള്ളത്തിൻ്റെ താഴെയാണോ മുകളിലാണോ ഉണ്ടാവല്? ആ ജ്യൂസിൻ്റെ മുകളിലല്ലേ ഐസ് വന്ന് കിടക്കൽ. എന്ന് പറഞ്ഞാൽ ഐസിന് ഡെൻസിറ്റി കുറവാണ്.
ഈ 0 ഡിഗ്രി സെൽഷ്യസിൽ ഫോം ചെയ്യുന്ന ഐസിന് ഡെൻസിറ്റി കുറവാണ്. ആ ഡെൻസിറ്റി കുറഞ്ഞ് വെള്ളത്തിന് മുകളിൽ പൊങ്ങി നിൽക്കും. അപ്പോൾ ലൈക്കിലും പോൺസിലൊക്കെ ആര് ഐസാകുന്നോ വെള്ളത്തിൻ്റെ നമുക്ക് ടോപ്പ് ടു ബോട്ടമാണ് എന്തുണ്ടാവുക, ഫ്രീസിങ് തുടങ്ങുക. അത് വെള്ളത്തിന് മാത്രമായിട്ട് ദൈവം ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി കനിഞ്ഞു നൽകിയതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആര് ഐസാകുന്നു അയാൾ വെള്ളത്തിന് മുകളിലേക്ക് വരും. അത് പിന്നെ സറൗണ്ടിങ് ടെമ്പറേച്ചറായിട്ട് ലൈ ചെയ്തിട്ട് അത് വീണ്ടും മെൽറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ എപ്പോഴും വെള്ളത്തിന് മുകളിലാണ് ഐസ് ഫോം ചെയ്യുക. അപ്പോൾ നമുക്കിതാണ് അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. ഡ്യൂ ടു ദിസ് പ്രോപ്പർട്ടി ദേ ആർ സേഫ് ഇൻ വിൻ്റർ സീസൺ. അപ്പോൾ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാണ്. വാട്ടർ എക്സ്പാൻഡ് വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് ഓർ കൂൾഡ്. ഡ്യൂ ടു ദിസ് പ്രോപ്പർട്ടി ലിവിങ്സ് ആൻഡ് ഓർഗാനിസംസ് ഇൻ പോട്ട്സ് ആൻഡ് ലൈക്സ് ഇൻ വിൻ്റർ സീസൺ ദേ ആർ സേഫ്. ഇഫ് ദ വാട്ടർ ഡിഡ് നോട്ട് ഹാവ് ദിസ് പ്രോപ്പർട്ടി ദേ മച്ച് ഡിസ്ട്രോയിഡ്. അപ്പോൾ ദൈവം കനിഞ്ഞു നൽകിയ അനുഗ്രഹത്തെ നമ്മൾ ഓർക്കണം. അപ്പോൾ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ഇനി ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു സംഭവമാണ് നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ. ശ്രദ്ധിക്കുക, ഹീറ്റ് ട്രാൻസ്ഫറിൽ നമുക്ക് 3 മെത്തേഡ് ഉണ്ട്. ഹീറ്റ് ട്രാൻസ്ഫറിൽ നമുക്ക് 3 മെത്തേഡ് ഉണ്ട്. ഒന്ന് കണ്ടക്ഷൻ. കണ്ടക്ഷൻ ഒരു മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ്. സുഹൃത്ത് KM ഇസ്മായിലിനെ ഞാൻ ഈ സ്റ്റേജിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കണ്ടക്ഷൻ എന്താണ്? കണ്ടക്ഷൻ നോക്കാം. കണ്ടക്ഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ 2 ബോഡീസ് ഓർ 2 പാർട്ട് ഓഫ് എ ബോഡി വിത്തൗട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഓർ പാർട്ടിക്കിൾസ്. ഇയാൾക്ക് നന്നായി പനിക്കുന്നുണ്ട്, ഞാൻ ഇയാളെ തൊട്ട് നോക്കുകയാണ്. സ്വാഭാവികമായും ഇയാളെ ബോഡിയിൽ നിന്ന് എൻ്റെ ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യൂലേ? നമ്മളെ മുത്തശ്ശിമാരും നമ്മുടെ വീട്ടിലെ ഉമ്മമാരും ഉപ്പമാരൊക്കെ നമുക്ക് പനിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം നോക്കൽ നെറ്റിയിൽ തൊട്ട് നോക്കല. അതെന്തുകൊണ്ടാണ്? കണ്ടക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? നെറ്റിയിൽ തൊട്ട് നോക്കുമ്പോൾ ചൂട് കൂടിയ ബോഡിയിൽ നിന്നും ചൂട് കുറഞ്ഞ ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തല്ലോ. സ്വാഭാവികമായും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്. അപ്പോൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് ഇയാളുടെ മുടിയോ വാട്ടറോ മോളിക്യൂളോ ഇയാളുടെ ബുദ്ധിയോ ഒന്നും എൻ്റെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലല്ലോ. വിത്തൗട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഓർ പാർട്ടിക്കിൾസ്. ഇവിടുന്ന് പാർട്ടിക്കിൾസോ മോളിക്യൂൾസോ ഒന്നും എന്നിലേക്ക് മൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ, ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ between two bodies or 2 parts of a body without the movement of molecules or particles. മോളിക്യൂൾസോ പാർട്ടിക്കിൾസോ ഒന്നും മൂവ് ചെയ്യാതെ. അതിന് മറ്റൊരു എക്സാമ്പിളാണ്. ഓക്കെ, താങ്ക് യു. മറ്റൊരു എക്സാമ്പിളാണ്, നമ്മൾ പപ്പടം പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം ആ പപ്പടം കോല് കൊണ്ട് ഇങ്ങനെ കുത്തുമ്പോൾ കൈ പിടിച്ച ഭാഗം നമുക്ക് ചൂടാവാൻ തുടങ്ങും. താഴേന്ന് ഇങ്ങനെ ഹീറ്റ് കയറി വരും എന്ന് കരുതി ആ പപ്പടം കോലിൻ്റെ കൂടെ മേലേക്ക് പപ്പടം കയറി വന്നിട്ടില്ലല്ലോ, പപ്പടം പൊരിച്ചെടുക്കുന്ന എണ്ണ കയറി വന്നിട്ടില്ലല്ലോ. അപ്പോൾ വിത്തൗട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഓർ പാർട്ടിക്കിൾസ് ആണ് ഹീറ്റ് കയറി വരുന്നത്. അപ്പോൾ നമുക്ക് കണ്ടക്ഷൻ നമ്മൾ പറഞ്ഞു. ഈ കണ്ടക്ഷനുമായി ബന്ധപ്പെട്ട് തെർമൽ കണ്ടക്ടിവിറ്റി അതുപോലെ ശ്രദ്ധിക്കട്ടോ. നമ്മളിങ്ങനെ ഒരു മെറ്റാലിക് റോഡ് നമ്മൾ പരിഗണിക്കുകയാണ്. തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബോർഡ് എക്സാമിനൊക്കെ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റും ഡയമെൻഷൻ ഫോർമുലയും ചോദിച്ചിട്ടുണ്ട് 2 മാർക്കിന്. അപ്പോൾ നമ്മളിത് പഠിപ്പിക്കാൻ പോവുകയാണ്. കണ്ടക്ഷനുമായി ബന്ധപ്പെട്ടാണ് ആ ഇക്വേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. കണ്ടക്ഷൻ ശ്രദ്ധിക്കുക. നമ്മൾ ഇത് ഒരു ചട്ടി ചിക്കൻ വറുത്തെടുക്കട്ടോ. ഞാനൊരു ചിക്കൻ വറുത്തെടുക്കുന്ന പ്രോസസ്സാണ് ഇത്. കൊറോണയുടെ കാലമാണ്. ഇതുവരെ പക്ഷിപ്പനിയായിരുന്നു. ചിക്കൻ ആദായത്തിൽ കിട്ടിയിരുന്നു. ഇഷ്ടംപോലെ ആദായത്തിൽ കിട്ടുമ്പോൾ കേരളക്കാരുടെ സ്വഭാവം എന്താ വെച്ചാൽ എല്ലാം കൂടെ വാങ്ങി കൂട്ടുക എന്നുള്ളതാണ്. ലാഭത്തിൽ കിട്ടുമ്പോൾ നല്ല വിലയുണ്ടാകുമ്പോൾ നല്ല കോഴികളാവും. അപ്പോൾ ഇപ്പോൾ പനിയൊക്കെയുള്ള കോഴികളൊക്കെ കഴിക്കുകയാണ് കേരളക്കാർ. പോട്ടെ, ഇപ്പോൾ ഏതായാലും നമുക്ക് ആ പക്ഷിപ്പനി ഭീഷണി ഇപ്പം തൽക്കാലം മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ പൊരിച്ചെടുക്കുകയാണ്. അങ്ങനെ ഇതിൽ നിറയെ സൂര്യകാന്തി എണ്ണ ഒഴിച്ചു. നിങ്ങളുടെ സൺഫ്ലവർ ഓയിൽ ആ സൂര്യകാന്തി എണ്ണ ഒഴിച്ചു. അപ്പോൾ ഈ സൂര്യകാന്തി എണ്ണ ഇതിൽ ഫില്ലാക്കിയിട്ടുണ്ട്. ഈ സൂര്യകാന്തി എണ്ണ ഒഴിച്ചപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇതാണ് ഒരു റോഡ് നമ്മൾ കോരിയെടുക്കാൻ മറന്നുപോയി. ഇപ്പം ആളുകളൊക്കെ പ്ലാനൊക്കെ ചെയ്ത് മലയിലൊക്കെ പോയിട്ട് ഇങ്ങനെ ചിക്കനും പൂളിയൊക്കെ വെച്ച് തിന്നാണ്. മലയൊക്കെ കയറിയിട്ട് ഉൾക്കാട്ടിലേക്കൊക്കെ പോയിട്ട് പുറത്തൊക്കെ നിരീക്ഷകരെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കെന്താണ് ഇതാണ് നമ്മൾ അവർക്കൊരു റോഡേ കിട്ടിയുള്ളൂ. വീട്ടിൽ നിന്ന് പപ്പടം പോലെ അവർ കൊണ്ടുപോയത്. സ്വാഭാവികമായിട്ട് ശ്രദ്ധിക്കുക മക്കളെ, ഈ റോഡിൻ്റെ ഈ എൻഡിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യല്ലോ. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് ബൈ ടൈം അതിനെ വിളിക്കുന്ന പേരാണ് Q/T. ദാറ്റ് ഈസ് കോൾഡ് H ഈസ് കോൾഡ് ഹീറ്റ് കറൻറ്റ്. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റാണ് ഹീറ്റ് കറൻറ്റ്. നമുക്കറിയാം റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജാണ് ഇലക്ട്രിക് കറൻറ്റ്. Q/T നമ്മൾക്ക് 10ാം ക്ലാസ് നമ്മൾ പഠിച്ചാണ് I = Q/T. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് Q, ഹീറ്റിന് റെപ്രസെൻ്റ് ഇലക്ട്രോൺ കൂടിയാണ് Q. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് കറൻറ്റ്. ഒരു സെക്കൻഡിൽ
ഒരു റോഡിലൂടെ മൂവ് ചെയ്യുന്ന ഒരു നിശ്ചിത ടൈമിൽ റോഡിലൂടെ മൂവ് ചെയ്യുന്ന ഒരു മെറ്റീരിയലിലൂടെ മൂവ് ചെയ്യുന്ന ഹീറ്റിനെ നിരക്കിനെ വിളിക്കുന്ന പേര്, അളവിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് കറണ്ട്. അപ്പോൾ ഈ ഹീറ്റ് കറണ്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. നമുക്ക് ഡെൽറ്റ ടി എന്ന് എഴുതാം. എന്താണ് ഇവിടുത്തെ ടെമ്പറേച്ചർ? നമുക്ക് T2, ഇവിടുത്തെ ടെമ്പറേച്ചർ T1. സ്വാഭാവികമായിട്ടും സപ്പോസ് ഇവിടുത്തെ ടെമ്പറേച്ചർ നമുക്ക് 80 ഡിഗ്രി സെൽഷ്യസ്, ഇവിടുത്തെ ടെമ്പറേച്ചർ നമുക്ക് 20 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, വയനാട്ടിൽ നിന്നാണ് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. എങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടുന്ന് 80ഉം ഇവിടുന്ന് 20ഉം അല്ലേ? ഇവിടുന്ന് 80ഉം ഇവിടുന്ന് 20ഉം ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ടെമ്പറേച്ചർ ഇങ്ങോട്ട് കയറിക്കൊണ്ടിരിക്കില്ല. കുറേ നേരം നമ്മൾ ചിക്കനെ കുത്തിയെടുക്കുന്ന സമയത്ത് ചിക്കൻ ഒരു ലെഗ് പീസൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഈ ചിക്കനെ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കുത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഹീറ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇവക്കിടയിലെ ടെമ്പറേച്ചർ ഡിഫറൻസ്. മക്കളെ, ഇവിടെ 80ഉം 20ഉം ആകുമ്പോൾ ഇവിടുന്ന് 60 ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യൂലേ? നോക്ക്, 60 ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യൂലേ? കാരണം ഇവിടെ 80 20 അല്ലേ? അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പല കുട്ടികളും ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന കേരളത്തിലെ എല്ലാ കുട്ടികളും പലരും ചിന്തിക്കുന്നത് ഇതിൻ്റെ ഡിഫറൻസ് 60 ആണല്ലോ, സ്വാഭാവികമായിട്ടും 60 ട്രാൻസ്ഫർ ചെയ്യല്ലോ. 60 ട്രാൻസ്ഫർ ചെയ്യത്തില്ല. ശ്രദ്ധിക്കുക, 60 ട്രാൻസ്ഫർ ചെയ്താൽ എന്താ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അമ്പിളി അല്ലെങ്കിൽ ഒരു അനീഷ്. ഈ അനീഷ് എന്ത് ചെയ്യാണ് പറയാണ്, അടുക്കളയിൽ ഇപ്പോൾ വീട്ടിൽ തന്നെ ഫുള്ളില്ലോണ്ട് അനീഷ് അടുക്കളയിൽ ഇങ്ങനെ അമ്മനെ സഹായിക്കാൻ, പാചകം ചെയ്യാൻ കൂടി കൊടുക്കുന്നുണ്ട്. അമ്മയോട് പറയാണ്, അമ്മ ഇവിടെ 50 ഡിഗ്രിയാണ്, ഇവിടെ 20 ഡിഗ്രിയാണ്. അമ്മ കുറച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് 60 ഡിഗ്രി ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യട്ടോ, കാരണം ഡിഫറൻസ് 60 അല്ലേ. അങ്ങനെ സംഭവിച്ചാൽ എന്താ അനീഷ് സംഭവിക്കുന്നത്? അപ്പോൾ അനീഷ് പറയാണ് ഇവിടെ 80 ഡിഗ്രി ആകും, കുറച്ച് കഴിയുമ്പോൾ 60 എത്തുമ്പോൾ ഇവിടെ 20ഉം. സ്വാഭാവികമായിട്ടും ഈ പപ്പടം കോല് തിരിച്ച് പിടിച്ച് ചിക്കൻ കൊത്തിയെടുക്കേണ്ടി വരും. കാരണം ഇവിടെ ചൂടും ഇവിടെ തണുപ്പും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്താൽ അപ്പോൾ എന്താ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഡിഫറൻസിൻ്റെ പകുതിയെ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ഡിഫറൻസ് എത്ര? 60. 60ൻ്റെ പകുതി 30. ഇങ്ങോട്ട് 30 വന്നാൽ ഇവിടെ 50 ആകും, ഇവിടെ 50 ആകും. അപ്പോൾ രണ്ടെൻഡിലും ടെമ്പറേച്ചർ ഇക്വിലിബ്രിയം ക്രിയേറ്റ് ചെയ്യുന്നത് വരെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുള്ളൂ. ഓർമ്മയിലുണ്ടാവണം. അപ്പോൾ നമുക്ക് H പ്രൊപ്പോർഷൻ ഡെൽറ്റ ടി. ഡിഫറൻസ് 60 ആണെങ്കിൽ നമുക്ക് 30 ട്രാൻസ്ഫർ ചെയ്യും. ഡിഫറൻസ് 100 ആണെങ്കിൽ 50 ട്രാൻസ്ഫർ ചെയ്യും. എങ്ങനെയാണെങ്കിലും ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുമ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് കൂടും. രണ്ടാമത്തെ പോയിൻറ്റ്, H പ്രൊപ്പോർഷണൽ ടു ഏരിയ. നമ്മൾ ഉപയോഗിക്കുന്ന ആ പപ്പടം കോലിൻ്റെ വണ്ണം കൂടുമ്പോൾ കൂടുതൽ ഹീറ്റ് ഒരേ സമയം കയറി വരാൻ സാഹചര്യമുണ്ട്. അപ്പോൾ ഏരിയ കൂടിയാൽ ആ പപ്പടം കോലിലൂടെ, ആ റോഡിലൂടെ കയറി വരുന്ന ഹീറ്റ്, എമൗണ്ട് ഓഫ് ഹീറ്റ് കൂടുന്നതാണ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് ന്യൂ ജനറേഷൻ ഗേൾസിനൊക്കെ ഉപകാരപ്പെടുന്നതാണ്. കാരണം അടുക്കളയിലേക്ക് പോകാനും ചട്ടിയുടെ അടുത്തേക്കൊക്കെ പോകാനൊക്കെ മടിയില്ല കുറേ കുട്ടികളുണ്ട്, അല്ല കുറച്ച് കുട്ടികൾ. അവർക്ക് ചൂട് പേടിയില്ലോണ്ടാട്ടോ, അത് അമ്മയെ സഹായിക്കാൻ കഴിയായിട്ടൊന്നുമല്ല. അവർക്ക് എന്താ വെച്ചാൽ H പ്രൊപ്പോർഷണൽ 1/L. ഇനി ഹോം അപ്ലയൻസസ് സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ വലിയ നീളമുള്ള റോഡ് വാങ്ങിയാൽ മതി. എന്നിട്ട് ചട്ടിയിലേക്ക് ഇങ്ങനെ എറിഞ്ഞാൽ മതി, ദൂരേക്ക് എറിയുക, എന്നിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുക. അപ്പം ഇങ്ങനെ കുത്തിയെടുക്കുക. അപ്പോൾ നീളമുള്ള റോഡാകുമ്പോൾ എന്താ, ലെങ്ത്ത് കൂടിയ റോഡാകുമ്പോൾ ഹീറ്റ് കറണ്ട് കുറയും, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് കുറയും. ലെങ്ത്ത് കൂടുമ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് കുറയും. അപ്പോൾ നമുക്ക് ഈ മൂന്നൊന്നും കൂടി ഒരു ഇക്വേഷനിലെത്താം. H പ്രൊപ്പോർഷണൽ ടു A ഡെൽറ്റ T ബൈ L. H ഈക്വൽ ടു KA ഡെൽറ്റ T ബൈ L. H equal to KA. H proportional to area, H proportional to H inversely proportional to L. Length കൂടിയാൽ ഹീറ്റ് ഫ്ലോ കുറയും, ഏരിയ കൂടിയാൽ ഹീറ്റ് ഫ്ലോ കൂടും, ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടിയാൽ ഹീറ്റ് ഫ്ലോ കൂടും. അപ്പോൾ നമുക്കിതിനെ H equal to KA delta T by L എന്ന് എഴുതാം. K is the proportionality constant is called thermal conductivity of the material. K is the proportionality constant is called thermal conductivity of the material. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? K equal to HL by A delta T. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ച തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റും ഡയമെൻഷൻ ഫോർമുലയും കാണാം. ശ്രദ്ധിക്കുക, നമുക്ക് യൂണിറ്റ് കാണാൻ ആദ്യം. യൂണിറ്റ് K. H എന്ന് പറയുന്നത് ജൂൾ പെർ സെക്കൻഡ്, കാരണം Q ബൈ T അല്ലേ, ജൂൾ പെർ സെക്കൻഡ്. L മീറ്റർ ലെങ്ത്താണ്, A ഏരിയ, മീറ്റർ സ്ക്വയർ, ഡെൽറ്റ ടി. ശ്രദ്ധിക്കുക, A ഡെൽറ്റ ടി. ഇത് ചായയും സമൂസയായി, T ഡെൽറ്റ എന്നാണ് ഞാൻ എഴുതിപ്പോയത്, തെറ്റിപ്പോയത് കേട്ടോ. ഡെൽറ്റ ടി ആണ്, A ഡെൽറ്റ ടി ആണ്, സമൂസ ചായ എന്നാണ് ഡെൽറ്റ ടി. അപ്പോൾ ഡെൽറ്റ ടി കെൽവിനാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കെൽവിൻ എഴുതാം, താഴെയാണ് മീറ്റർ സ്ക്വയർ ജൂൾ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് യൂണിറ്റ് എന്ത് വരും? യൂണിറ്റ് ജൂള് മീറ്റർ ബൈ സെക്കൻഡ് മീറ്റർ സ്ക്വയർ കെൽവിൻ. ഇവിടുന്ന് ഒരു മീറ്ററും വെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് എഴുതാം ജൂള് സെക്കൻഡ് ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ്. ശ്രദ്ധിച്ചോളൂ, ഈ സെക്കൻഡ് മേലോട്ട് പോകുമ്പോൾ സെക്കൻഡ് ഇൻവേഴ്സ് ആകൂലേ. ഈ ഇവിടെ ഒരു 2 മീറ്റർ ഇൻറ്റു മീറ്റർ ഉണ്ടായിരുന്നതാണ് മീറ്റർ സ്ക്വയർ. ഈ മീറ്റർ മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ മീറ്റർ ഇൻവേഴ്സ് ആകൂലേ. ഈ K മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ K ഇൻവേഴ്സ് ആകൂലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? യൂണിറ്റായിട്ട് കിട്ടുന്നത്. എന്താണ് നമുക്ക് ഡയമെൻഷൻ ഫോർമുല കിട്ടാൻ നോക്കാം. പിന്നെ ഇങ്ങനെ എഴുതാം കേട്ടോ. നമുക്ക്
ജൂൾ എന്ന് പറയുന്നത് വർക്കിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ജൂൾ പെർ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് റേറ്റ് ഓഫ് ജൂൾ പെർ ടൈമാണ്. അപ്പോൾ വർക്ക് ബൈ ടൈമാണ്. വർക്ക് ബൈ ടൈം പറഞ്ഞാൽ പവറാണ്. പവറിൻ്റെ യൂണിറ്റ് എന്താ? വാട്ടാണ്. പവറിൻ്റെ യൂണിറ്റ് എന്താ? വാട്ടാണ്. ലോകത്ത് ഒരേ ഒരു കാര്യമുള്ളൂ, ഒരു അധ്യാപകൻ ചോദിക്കുന്നു, തിരിച്ച് ടീച്ചർക്ക് അധ്യാപകൻ കുട്ടിയോട് ചോദ്യം ചോദിക്കുകയാണ്, തിരിച്ച് കുട്ടിക്ക് അതേ ചോദ്യം തന്നെ തിരിച്ച് ഉത്തരമായിട്ട് പറയാൻ പറ്റാവുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ. എന്താ കുട്ടി ഉത്തരം പറയാം? വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് പവർ. പവറിൻ്റെ യൂണിറ്റ് വാട്ടാകുന്നു. അപ്പോൾ നമുക്ക് എന്താണ് പവറിൻ്റെ യൂണിറ്റ്? എന്താണ്? വാട്ടാണ്. അപ്പോൾ നമുക്ക് ജൂൾ പെർ സെക്കൻഡ് എന്ത് കൊടുക്കാം? വാട്ട്. അപ്പോൾ വാട്ട് മീറ്റർ ഇൻവേഴ്സ് കെൽവിൻ ഇൻവേഴ്സ് എന്ന് കൊടുക്കാം. എന്തിന്? നമുക്ക് തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് കാണാൻ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. കൃത്യമായി ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. സംശയമുള്ളവർ വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്ത് കാണുക, ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിൻ്റെ ഡയമെൻഷൻ ഫോർമുലയും കൂടെ നിങ്ങൾ കണ്ടു തരികയാണ്. ജൂൾ ml²T⁻²-2. വർക്കിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം, ml²T⁻²-2. സെക്കൻഡ് ഇൻവേഴ്സ് T ഇൻവേഴ്സ്, മീറ്റർ ഇൻവേഴ്സ്, L ഇൻവേഴ്സ്, K ഇൻവേഴ്സ്. അപ്പോൾ L² L⁻⁻1 നമുക്ക് L. അപ്പോൾ ml T⁻². പിന്നെ ഉള്ളത് K⁻⁻1 T⁻². പിന്നെ ഉള്ളത് K⁻⁻1. ഇവിടെ ഒരു T⁻², ശ്രദ്ധിക്കുക. L² L⁻⁻1 L, T⁻², T⁻⁻1, T⁻⁻3. അപ്പോൾ ഇയാളെ പരിഗണിച്ചു, ഇയാളെ മാത്രമേ പരിഗണിക്കാനുള്ളൂ. ml T⁻⁻3 K⁻⁻1 is the dimension formula of thermal conductivity. അപ്പോൾ നമ്മൾ കണ്ടക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാവണം. കണ്ടക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് നമ്മൾ അടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്തെടുത്തു, ഇപ്പോൾ ഏറെക്കുറെ പാകമായിട്ടുണ്ടാകും, ഞങ്ങൾ കഴിച്ചോളാം കേട്ടോ, സങ്കടപ്പെടരുത് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ കുട്ടികളെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടുത്ത എന്താണ്? രണ്ടാമത്തെ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, ദാറ്റ് ഈസ് കോൾഡ് കൺവെക്ഷൻ. Convection is the method of heat transfer between two bodies or two parts of a body with the help of the movement of molecules or particles. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് വെള്ളം ചൂടാക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുക. വെള്ളം ചൂടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും താഴെ നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് വാട്ടർ മോളിക്യൂൾ മുകളിലെത്തിയിട്ടല്ലേ മുകൾ ഭാഗം ചൂടാവുന്നത്. അപ്പോൾ എന്താ? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾ അല്ലേ ഇവിടെ ചൂടാവുന്നത്. അപ്പോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ബോയിലിംഗ് ഓഫ് വാട്ടർ. കൺവെക്ഷന് ബെസ്റ്റ് എക്സാമ്പിളാണ്. കൺവെക്ഷൻ ഇനിയും നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. എന്താ കൺവെക്ഷൻ? ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ടു ബോഡീസ് ഓർ ടു പാർട്ട് ഓഫ് എ ബോഡി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഓർ പാർട്ടിക്കിൾസിൻ്റെയോ മോളിക്യൂൾസിൻ്റെയോ മൂവ്മെൻറ്റിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് മക്കളെ എന്ത്? കൺവെക്ഷൻ. കൺവെക്ഷന് വേറെ എക്സാമ്പിളുകളുണ്ട്. നമുക്ക് ലാൻഡ് ബ്രീസ്, സീ ബ്രീസ്. ഓക്കെ, നിങ്ങൾ ബീച്ചിൽ തീരത്ത് ചെന്നിരിക്കുകയാണ്. ഇങ്ങനെ ചെന്നിരിക്കുകയാണ്. ഇത് ഞാൻ ബീച്ച് വരയ്ക്കുക കേട്ടോ. ഇപ്പോൾ ഏതായാലും ആർക്കും ബീച്ചിൽ പോകാൻ പറ്റില്ലല്ലോ, കൊറോണക്കാലം ആയതുകൊണ്ട്. ഇപ്പോൾ ലാൻഡ് ബ്രീസും സീ ബ്രീസും കൺവെക്ഷൻ എക്സാമ്പിളാണ്. കടൽക്കാറ്റും കരക്കാറ്റും, അതിന് മലയാളം കടൽക്കാറ്റും കരക്കാറ്റുമാണ്. അപ്പോൾ ഇത് ബീച്ചാണെന്ന് സപ്പോസ് ചെയ്യാം. ഇവിടെ കുറച്ചും കൊണ്ട് ഇറങ്ങിയിട്ട് ഇവിടെ തിരമാലകളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, രണ്ടാൾ. ഇവിടെ അത് വിൽക്കുന്ന പെട്ടിയൊക്കെ ഉണ്ട്. ഇവിടെ ഇതിൽ നല്ല നെല്ലിക്ക ഉപ്പിലിട്ടത്, അതേപോലെ പൈനാപ്പിൾ ഉപ്പിലിട്ടതൊക്കെ കിട്ടും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡേ ടൈമിൽ, അതായത് പകൽ സമയത്ത്, പ്രത്യേകിച്ച് ഈവനിങ്ങിലാണ് നമ്മളെല്ലാവരും ബീച്ചിൽ പോകൽ. അതിന് കാരണം എന്താ? കടലിൽ നിന്നും തട്ടത്തിമറയത്തിലെ ആയിഷാനോട് പറഞ്ഞ പോലെ ഒരു കാറ്റിങ്ങനെ ക്യാമ്പസിലേക്ക് അടിച്ച് കയറുന്നു എന്ന് പറഞ്ഞല്ലോ. ആ ഷാളിങ്ങനെ പറക്കുന്ന സമയത്ത് ആ കാറ്റ് എപ്പോഴാണ് ബീച്ചിൽ വരിക? വൈകുന്നേരമാണ്. ആ കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീച്ചിൽ ഇരുന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് വൈകുന്നേരം ബീച്ചിലിരുന്ന് നമ്മൾക്ക് ആസ്വദിക്കാൻ പാകത്തിൽ ആ കാറ്റ് കടന്നു വരുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കൺവെക്ഷൻ. നമുക്ക് പറയാം എങ്ങനെ ഇത് സാധ്യമാകുന്നു. ഡേ ടൈമിൽ എർത്ത് സർഫസ് ബിക്കം മോർ ഹീറ്റഡ്, ക്വിക്കലി ഹീറ്റഡ്. പെട്ടെന്ന് ചൂടാവും ഭൂമി പെട്ടെന്ന് ചൂടാവുമ്പോൾ ഇവിടുത്തെ ഹോട്ട് എയറൊക്കെ എന്ത് ചെയ്യും? മുകളിലോട്ട് പൊങ്ങും. ചൂട് കൂടി കഴിഞ്ഞാൽ പിന്നെ എയറിൻ്റെ പ്രത്യേകത അത് മുകളിലോട്ട് പൊങ്ങും. അത് ചൂട് കൂടി മുകളിലോട്ട് പൊങ്ങും. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് വന്നു. ഈ സ്പേസ് ഫില്ല് ചെയ്യാൻ കടലിൽ നിന്നും തണുത്ത കാറ്റ് കരയിലേക്ക് അടിക്കും. ഈ തണുത്ത കാറ്റടിക്കുക എന്ന് പറഞ്ഞാൽ വായുവിൻ്റെ മൂവ്മെൻറ്റാണ്, എയറിൻ്റെ മൂവ്മെൻറ്റാണ്. എയർ ഒരു മീഡിയമാണ്, ഒരു പാർട്ടിക്കിളാണ്. അപ്പോൾ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്തിട്ട് കരയിലുള്ള ആളുകൾക്ക് തണുപ്പ് കിട്ടും ഇതൊരു കാറ്റോട് കൂടെ. അപ്പോൾ ഇതൊരു ഹീറ്റ് ട്രാൻസ്ഫർ അല്ലേ? ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾ എയർ പാർട്ടിക്കിൾസ് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ അല്ലേ? ദിസ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് കൺവെക്ഷൻ. ഇനി നമുക്ക്
ഇതിനെ വിളിക്കുന്ന പേരാണ് നമുക്ക് സീ ബ്രീസ്. കടലിൽ നിന്നും കരയിലേക്ക് അടിക്കുകയാണ് സീ ബ്രീസ്. ഇനി നമുക്ക് ലാൻഡ് ബ്രീസ് എപ്പോഴാണ് ഉണ്ടാവുക? നിങ്ങൾ കുറച്ച് നേരം കൂടെ തീരത്ത് ചിലവഴിക്കുക. നിങ്ങൾ വേണ്ടപ്പെട്ട ആളുമായിട്ട് സംസാരിച്ചിരുന്ന സമയം പോയതേ അറിഞ്ഞില്ല. അങ്ങനെ ഒരു 8-8:30 മണിയായി, ഏതാണ്ട് നൈറ്റിനോട് എടുക്കാനായി. സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ രണ്ടാളും, ഈ കടക്കാരൊക്കെ പോയിട്ടുണ്ട്, നിങ്ങൾ രണ്ടാളും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? കാറ്റ് ഇവിടുന്ന് അങ്ങോട്ട് അടിക്കാൻ തുടങ്ങും. കാരണം എന്താ? ഇപ്പോൾ സൂര്യനൊക്കെ അസ്തമിച്ച് പോയില്ലേ, കര പെട്ടെന്ന് തണുക്കും. അപ്പോഴും കടലിൽ ചൂടുണ്ടാകും. കടലിൽ മാസ് എമൗണ്ട് ഓഫ് വാട്ടറിൽ എപ്പോഴും ചൂട് നിലനിൽക്കും. നമ്മൾ അതിരാവിലെ പുഴയിലൊക്കെ പോയി കുളിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലെ വെള്ളത്തേക്കാളും ചൂട് കൂടുതലാണ്. അത് ബൾക്ക് എമൗണ്ട് ഓഫ് വാട്ടർ പെട്ടെന്ന് തണുപ്പില്ല. അപ്പോൾ നമ്മൾ ഭൂമി പെട്ടെന്ന് തണുക്കുകയും പെട്ടെന്ന് ചൂടാകുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് തണുക്കും. അപ്പോൾ ഇവിടെ ചൂട് കൂടുതലുണ്ടാവും. അപ്പോൾ ഇവിടുത്തെ ഹോട്ട് എയർ മുകളിലോട്ട് പൊങ്ങുമ്പോൾ കരയിൽ നിന്നും കടലിലേക്ക് കാറ്റടിക്കാൻ തുടങ്ങും. ദിസ് ഈസ് കോൾഡ് ലാൻഡ് ബ്രീസ്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കൺവെക്ഷൻ. ഇപ്പോൾ നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ രണ്ടാമത്തെ മെത്തേഡും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് നമ്മൾ പറയുന്നത് റേഡിയേഷൻ. എന്താണ് റേഡിയേഷൻ. മൂന്നാമത്തെ മെത്തേഡാണ് പറയാൻ പോകുന്നത് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഒരു ബോഡിക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഏത് ഫോമിൽ? ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ. അപ്പം സൺലൈറ്റ് തന്നെ പ്രധാനം. അപ്പം നമ്മൾ ഇതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് അമ്മ വസ്ത്രങ്ങളൊക്കെ അലക്കിയ സമയത്ത് അതിൽ നിറയെ വെള്ളമുണ്ട്. പക്ഷേ അത് നമ്മൾ അതിൽ തോരയിട്ട് കഴിഞ്ഞാൽ, ഉണക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയേഷൻ ഏറ്റിട്ടാണ് അതിൽ ആ ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് അത് ഉണങ്ങി കിട്ടുന്നത്. അപ്പോൾ എന്താ? റേഡിയേഷൻ വഴിയാണ് ആ ഹീറ്റ് ട്രാൻസ്ഫർ നടന്നത്. അപ്പോൾ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവുകളെ ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാനൊന്ന് പരിചയപ്പെടുത്താം. ആരൊക്കെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിലുള്ളത്? ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ് എക്സെട്ര. ഒരുപാട് ആളുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത് ഓർത്ത് വെക്കാൻ ഒരു ഷോർട്ട് കട്ട് ഞാൻ പറയാം. ഞാൻ ഫിലിം കണ്ടു തുടങ്ങിയ കാലങ്ങളിൽ ഇറങ്ങിയ ഒരു പടത്തിൽ എനിക്കന്ന് ഇഷ്ടപ്പെട്ടൊരു നടിയായിരുന്നു റോമ. ഈ റോമയോട് ഞാനൊരു പ്രണയാഭ്യർത്ഥന നടത്തുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. റോമ, ഐ ലവ് യു. ഞാനന്ന് 10G ക്ലാസ്സിലാണ് പഠിച്ചത്. ഓക്കെ, എൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. 10G ക്ലാസ് എന്നാണ് ഞാൻ ഇങ്ങനെ ഒരു അഭ്യർത്ഥന നടത്തുന്നത്. എന്താണ്? റോമ, ഐ ലവ് യു ബൈ XG. ഈ ഒരു പ്രണയാഭ്യർത്ഥന നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഇൻക്രീസിങ് ഡിക്രീസിങ് ഓർഡറിൽ വേവ് ലെങ്ത്തിൻ്റെയും ഫ്രീക്വൻസിൻ്റെയും ഓർഡറിൽ കൃത്യമായി പറയാൻ പറ്റും. ഇത് നിങ്ങളുടെ നീറ്റ് എക്സാമിൻ്റെ 4 മാർക്കാണ്. നീറ്റ് എക്സാമിന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 4 മാർക്ക്. ഇതുമായി ബന്ധപ്പെട്ട് ഒന്നുകിൽ കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ ചോദ്യം എല്ലാ പ്രാവശ്യം വരാറുണ്ട്. അതായത് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് ഓർഡറിൽ ഏതാണ് കൊടുത്തത് എന്ന് ചോദിക്കും. നമുക്ക് വ്യത്യസ്ത റേഡിയേഷനുകൾ തരും, വേവ് വിദ്യുത് തരും. ശ്രദ്ധിക്കാം. R ഫോർ റേഡിയോ വേവ്, M ഫോർ മൈക്രോവേവ്, I ഫോർ ഇൻഫ്രാറെഡ്, L ഫോർ ലൈറ്റ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ വിസിബിൾ ലൈറ്റാണ്. കാരണം ലൈറ്റ്, ഐ ലവ് യു, ലവ് ആണ്. ലവ് പറഞ്ഞാൽ സ്നേഹമാണ്. അതുകൊണ്ട് കുട്ടികളൊന്നും ഇനി സ്നേഹം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പരിതപിക്കരുത്. സൂര്യൻ ഉദിച്ചാൽ നമ്മുടെ മുമ്പിൽ മുഴുവൻ ലൈറ്റാണ്. ഈ ലൈറ്റിൻ്റെ പ്രത്യേകത എന്താ? വിസിബിൾ ആയിട്ടുള്ള ആൾ ലൈറ്റ് മാത്രം. നമ്മളെ കണ്ണുകൊണ്ട് ഇവരൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ആരെ കാണാൻ പറ്റും? ലൈറ്റ് കാണാൻ പറ്റും. വിസിബിൾ ലൈറ്റ് എന്ന് പേര് വരാൻ തന്നെ കാരണം എന്താ? നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ആ കാണാൻ പറ്റുന്ന ആരാ? ലവാണ്. അപ്പോൾ ഈ പ്രകാശം എന്ന് പറയുന്നത് ഒരു സ്നേഹമാണ്. ആ സ്നേഹത്തെ ഉൾക്കൊള്ളാൻ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ പ്രധാനമായ കാര്യം. അപ്പോൾ യു അൾട്രാ വയലറ്റ്, എക്സ്റേ, ജി ഗാമാ റേ. ദിസ് ഈസ് ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി or decreasing order of wavelength. The most wavelength is radio wave, least wavelength for gamma ray. The most frequency for gamma ray, least frequency for radio wave. അപ്പോൾ this is the increasing order of frequency or decreasing order of frequency or decreasing order of wavelength എന്നൊക്കെ നമുക്ക് പറയാം. റേഡിയോ വേവ്, മൈക്രോവേവ്. മക്കൾ പറയും, എൻ്റെ കൂടെ ഒന്ന് പറയും. ആർ എന്താ? പറയൂ. ആർ എന്താ? റേഡിയോ വേവ്. എം എന്താ? മൈക്രോവേവ്. ഐ എന്താ? ഇൻഫ്രാറെഡ്. എൽ വിസിബിൾ ലൈറ്റ്. യു അൾട്രാ വയലറ്റ്. എക്സ്റേ, ജി ഗാമാ റേ. ഇതാണ് നമുക്ക് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസിയിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ നമ്മൾ പരിചയപ്പെട്ട റേഡിയേഷൻസ്. ഇനി നമുക്ക് ആ ഷോർട്ട് കട്ടോടെ അവസാനിപ്പിച്ചിട്ട് ഈ റേഡിയേഷനുമായി ബന്ധപ്പെട്ട് റേഡിയേഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി എല്ലാ റേഡിയേഷനെയും അബ്സോർബ് ചെയ്യുന്ന ബോഡിയെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് ബോഡി. നമ്മൾ ബ്ലാക്ക് വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ എന്താ? ചൂട് കൂടും. എല്ലാ റേഡിയേഷനെയും അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ബ്ലാക്ക് ബോഡിക്കുണ്ട്. അപ്പോൾ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ എല്ലാ റേഡിയേഷനെയും അബ്സോർബ് ചെയ്യുന്ന ബോഡിക്ക്, എല്ലാ റേഡിയേഷനെയും അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ബോഡിയെ വിളിക്കുന്ന പേരാണെന്ത്? ബ്ലാക്ക് ബോഡി. ഇനി നമുക്കിതിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. ഇതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. എന്താ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്? dQ/dt directly proportional to temperature difference.
ടെമ്പറേച്ചർ ഡിഫറൻസ് ബോഡിക്കും സറൗണ്ടിങ്ങിനും. ഞാനിപ്പോൾ ഒരു ബോഡിയാണ്, എൻ്റെ ബോഡിയിൽ നിന്ന് സ്വാഭാവികമായും സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബോഡിയിലും സറൗണ്ടിങ്ങിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ ഡിഫറൻസാണ്. ഇപ്പോൾ സപ്പോസ് എനിക്ക് 100 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, സറൗണ്ടിങ്ങിൽ 20 ഡിഗ്രി സെൽഷ്യസ് ഉള്ളൂ. സ്വാഭാവികമായിട്ടും ഇവിടെ 100ഉം ഇവിടെ 20 ആണെങ്കിൽ ഡിഫറൻസ് എത്ര 80 അല്ലേ? ഒരു 40 ഡിഗ്രി കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹീറ്റ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യൂലേ? അതെന്താ? അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇത് ടെമ്പറേച്ചർ ഓഫ് ദ ബോഡിയാണ്, ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ് ആണ്. ദിസ് ഈസ് കോൾഡ് ന്യൂട്ടൺ ലോസ് ഓഫ് കൂളിംഗ്. ഇവിടെ ഹീറ്റ് നഷ്ടപ്പെടുകയാണ്, ഒരു ബോഡിയിൽ നിന്നും ഹീറ്റ് സറൗണ്ടിങ്ങിലേക്ക് നഷ്ടപ്പെട്ടു പോവുക. അതുകൊണ്ട് മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യും. അപ്പോൾ മൈനസ് dQ/dt പ്രൊപ്പോർഷണൽ ടു dB - Ts. ദിസ് ഈസ് ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി, ദിസ് ഈസ് ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? dQ/dt ഈക്വൽ ടു K ഇൻറ്റു dB - Ts, ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി, ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ്. മക്കളെ ഇവിടുന്ന് ശ്രദ്ധിക്കട്ടോ, ഇതാണ് ന്യൂട്ടൺ ലോസ് ഓഫ് കൂളിങ്ങിൻ്റെ ഇക്വേഷൻ. ഇതൊരു കൂളിംഗ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കാറുണ്ട് Kനെ. അപ്പോൾ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ ബോഡി. അതായത് അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഹീറ്റ് രണ്ട് ബോഡികൾക്കിടയിലുള്ള അല്ലെങ്കിൽ രണ്ട് സറൗണ്ടിങ്ങിനും ബോഡിക്കും ഇടയിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുതലാണെങ്കിൽ കൂടുതൽ ഹീറ്റ് ബോഡിയിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യും, കുറവാണെങ്കിൽ കുറച്ച് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ഇവർ പറഞ്ഞത് ന്യൂട്ടൺ ലോസ് ഓഫ് കൂളിംഗ്. ഒരു ബോഡിക്ക് നഷ്ടപ്പെടുന്ന ഹീറ്റിൻ്റെ കഥയാണ് ന്യൂട്ടൺ ലോസ് ഓഫ് കൂളിങ്ങിൽ പറയൽ. ഇവിടെ നമ്മൾ ഡെയിലി ലൈഫുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, പല പ്രാവശ്യം പരീക്ഷയ്ക്ക്, നീറ്റ് പരീക്ഷയ്ക്ക്, കീം പരീക്ഷയ്ക്ക്, ബോർഡ് എക്സാമിന് വരെ കഴിഞ്ഞ വർഷത്തെ +1 മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണിത്. ആ ചോദ്യം നിങ്ങളെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താം. എന്താണത്? ഒരു പ്രോബ്ലമാണ്. നമ്മളൊരു ബീക്കറിൽ നമ്മൾ വെള്ളം ചൂടാക്കി. ഇതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 80 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ആ 80 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ അത് 70 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറി. അതിന് വേണ്ടി വന്ന സമയം 5 മിനിറ്റാണ്. 80 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ, നമ്മളിപ്പോൾ ചായക്ക് എങ്ങനെയാണല്ലോ, മുമ്പിലെത്തിക്കഴിഞ്ഞാൽ നല്ല ചൂടുണ്ടെങ്കിൽ നമ്മൾ ചൂടാറാൻ കാത്തിരിക്കും. അപ്പോൾ 80 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 70 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്താൻ 5 മിനിറ്റ് എടുത്തു. അതേ ബീക്കറിലെ അതേ വെള്ളം 60 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 50 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്താൻ എത്ര സമയമെടുക്കുമെന്ന് പരീക്ഷയ്ക്ക്, കോമ്പറ്റേറ്റീവ് എക്സാംസിനും ബോർഡ് എക്സാമിനൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ്. സ്വാഭാവികമായും ഈ ചോദ്യം കാണുന്ന നമ്മളൊക്കെ മനസ്സിൽ വിചാരിക്കുന്ന എന്താ, അതിപ്പോൾ എന്താ 80 നിന്ന് 70 എത്താൻ 5 മിനിറ്റ്, അപ്പോൾ സ്വാഭാവികമായും 60 നിന്ന് 50 ഡിഗ്രി എത്താൻ 5 മിനിറ്റ് തന്നെ. അപ്പോൾ പലപ്പോഴും അങ്ങനെ ഉത്തരം എഴുതൽ പല ആളുകളും നമ്മൾ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഈ കുട്ടികളുടെ കൂട്ടത്തിൽ 70% ആളുകളും ഇതിന് എഴുതുന്ന ഉത്തരം 5 മിനിറ്റ് എന്നാണ്. അത് തെറ്റാണ്. എങ്ങനെ നമുക്കിതിൻ്റെ ശരി ഉത്തരം കണ്ടെത്താം? ചോദ്യം വെരി വെരി സിമ്പിൾ. നമ്മളൊരു ക്ലാസ്സിൽ വെള്ളം എടുത്തു, 80 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 70 ഡിഗ്രി ആവാൻ 5 മിനിറ്റ് എടുത്തു. എങ്കിൽ 60 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 50 ഡിഗ്രി സെൽഷ്യസ് ആവാൻ എത്ര മിനിറ്റ് എടുക്കും? ആ സമയത്ത് നമ്മുടെ സറൗണ്ടിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ പ്രോബ്ലം നമ്മൾ എങ്ങനെ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കാം. നമുക്കറിയാലോ ന്യൂട്ടൺസ് ലോസ് ഓഫ് കൂളിംഗ് പ്രകാരം dQ/dt ഈക്വൽ ടു dQ/dt പ്രൊപ്പോർഷണൽ ടു നമുക്കെന്താ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി മൈനസ് ടെമ്പറേച്ചർ ഓഫ് ദ സറൗണ്ടിങ് ആണ്. ഈ dQ എന്ന് പറഞ്ഞാൽ dQ പ്രൊപ്പോർഷണൽ ടു dt ആണെന്നറിയാലോ, ടെമ്പറേച്ചർ ഡിഫറൻസ് ആണെന്നറിയാലോ. ഹീറ്റ് ഡിഫറൻസ് വന്നാൽ ടെമ്പറേച്ചറിലും ഡിഫറൻസ് വരത്തില്ലേ? അപ്പോൾ നമ്മൾ dQക്ക് പകരം ഇവിടെ dt/dt പ്രൊപ്പോർഷണൽ ടു TB - TS എന്ന് എഴുതുന്നു. കാരണം ഹീറ്റ് കൂടിയാൽ ടെമ്പറേച്ചർ കൂടും. അപ്പോൾ dQക്ക് പകരം dt എന്ന് എഴുതി നമ്മൾ, കാരണം ഇത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചറും ഹീറ്റും. അപ്പോൾ ഈ dt എത്ര? നമുക്ക് ആദ്യത്തെ കേസ് എടുക്കാം. ഒന്നാമത്തെ കേസ്, ഇവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ് എത്ര? 80 - 70 10. അപ്പോൾ 10/5 പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി. അവിടെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവരുത്. ഇവിടെ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി നമ്മൾ എത്ര എടുക്കുക? 80 70? നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി 80 എടുക്കണോ 70 എടുക്കണോ? പരീക്ഷകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഉരുകി തിളക്കുന്ന ഉൾക്കണ്ടയിൽ കിടന്ന് നമ്മൾ പൊള്ളുകയാണ്. അപ്പോൾ നമ്മൾ എന്താ കരുതുക? 80 എടുക്കണോ 70 എടുക്കണോ? ആകെ കൺഫ്യൂസ്ഡ്. ആ കൺഫ്യൂഷൻ ഞാനിവിടെ തീർക്കുകയാണ്. 80ഉം 70ഉം അല്ല എടുക്കേണ്ടത്. ഇതിൻ്റെ ആവറേജ് ടെമ്പറേച്ചർ 80 + 70. നമുക്ക് 80 + 70 എത്ര മക്കളെ? 150 അല്ലേ? 150/2 എത്ര? 75 അല്ലേ? അപ്പോൾ നമുക്ക് 75 - 30. സറൗണ്ടിങ് ടെമ്പറേച്ചർ എത്ര? 30 അല്ലേ? അപ്പോൾ 75 - 30. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം, അവിടെ കിടന്നോട്ടെ.
അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. രണ്ടാമത്തെ കേസ് ഈ ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടൈം രണ്ടാമത്തെ കേസിൽ ഡിഫറൻസ് 10 തന്നെയാണ്. ഡിഫറൻസ് 10 തന്നെയാണ്. 10/5 പ്രൊപ്പോർഷണൽ ടു എത്ര 60 + 50 എത്ര 90 അല്ലേ. 90 ഡിവൈഡ് ബൈ 2 എത്ര 45 അല്ലേ. അപ്പോൾ ആവറേജ് ടെമ്പറേച്ചർ 45 45 - 30 ഇങ്ങനെ കിട്ടുമല്ലോ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും കൂടെ ശ്രദ്ധിക്കുക. ഇത് ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2 കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം. ഇവിടെ ടെമ്പറേച്ചർ ഓഫ് ദ ബോഡി ആവറേജാണ് എടുക്കേണ്ടത്. സറൗണ്ടിങ് ടെമ്പറേച്ചർ നമ്മൾ എടുത്തു. ഇനി പ്രോബ്ലം നമ്മൾ വർക്കൗട്ട് ഇക്വേഷൻ 1/2 1 ഡിവൈഡ് ബൈ 2 നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഒന്നെന്താണ് നമ്മൾ 10/5 ഈക്വൽ ടു 10/5 ഡിവൈഡ് ബൈ 10/5 10/5 അല്ല 10/t. ഇത് കണ്ടുപിടിക്കേണ്ട ടി ആണ് കേട്ടോ. ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് രണ്ടാമത്തേൽ 60 നിന്ന് 50 ആകുന്ന സമയം നമുക്ക് തന്നിട്ടില്ല. ആ ടൈമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 10/t ഈക്വൽ ടു മുകളിൽ 75 - 30 എത്ര 75 - 30 എത്ര പറയൂ 45 45 ഡിവൈഡ് ബൈ 45 - 30 എത്ര 15. അപ്പോൾ നമുക്ക് 3 15 അല്ലേ. ശ്രദ്ധിച്ചോളൂ. ഈ 10 വെട്ടി ടി മുകളിലോട്ട് പോകും. t/5 ഈക്വൽ ടു 45/15 എത്ര 3 അല്ലേ 3. അപ്പോൾ ടി ഈക്വൽ ടു 5 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 15 മിനിറ്റ്. ഇപ്പം എങ്ങനെയുണ്ട്? നമ്മളെന്താ ഉത്തരം എഴുതാമെന്ന് വിചാരിച്ചത് 5 മിനിറ്റ് അല്ലേ. ഈ പ്രോബ്ലം ചെയ്തപ്പോൾ എന്തായി 80 നിന്ന് 70 5 മിനിറ്റ് സമയമെടുത്തെങ്കിൽ 60 നിന്ന് 50 15 മിനിറ്റ് സമയമെടുക്കും. നോട്ട് ദ പോയിൻറ്റ്. വെരി 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 ഇമ്പോർട്ടൻ്റ് പ്രോബ്ലം. ശ്രദ്ധിക്കുക കുട്ടികളെ. ഞാനിവിടെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. യെസ്
IQ തിരിച്ചെത്തിയിരിക്കുന്നു. നമ്മൾ അടുത്ത തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് തിരിച്ചു പോവുകയാണ്. തെർമോഡൈനാമിക്സ് ഒരു 6 മാർക്കിന് 5 മാർക്കിനോളം ബോർഡ് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിൽ നമുക്ക് ആദ്യം പരിചയപ്പെടാനുള്ളത് സീറോത്ത് ലോ ആണ്. എന്താണ് സീറോത്ത് ലോ? സീറോത്ത് ലോ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് അതിൽ ആഡിയാബാറ്റിക് വാളെന്താ, ഡയാതെർമിക് വാളെന്താ പഠിക്കണം. ആഡിയാബാറ്റിക് വാളെന്ന് പറഞ്ഞാൽ ഹീറ്റിനെ കടത്തിവിടാത്ത വാളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആഡിയാബാറ്റിക് വാൾ. ഡയാതെർമിക് വാൾ എന്ന് പറഞ്ഞാൽ ഹീറ്റിനെ കടത്തിവിടുന്ന വാളുകൾ. അപ്പോൾ നമുക്ക് ആഡിയാബാറ്റിക് വാളിൻ്റെ എക്സാമ്പിൾ എന്താ? നമ്മൾ ഈ അമ്മമാർക്കൊക്കെ അറിയാം, പരിശുദ്ധിക്കാരുണ്ടാക്കി കൊണ്ടുവന്ന ഒരു ചൂടാറാപ്പെട്ടി ഉണ്ടായിരുന്നു, തെർമോകോള്. മരുന്ന് കൊണ്ടുപോകാൻ നമ്മളധികം ചൂടേൽക്കാതിരിക്കാൻ മരുന്ന് കൊണ്ടുപോകുന്ന തെർമോകോളിൻ്റെ പെട്ടിയിലല്ലേ. അപ്പോൾ തെർമോകോള് ഒരു നല്ല ആഡിയാബാറ്റിക് വാളാണ്. ഐസ് കച്ചവടക്കാർ ആ ഐസ് പെട്ടിക്കുള്ളിൽ ഏത് വാളാ? തെർമോകോളല്ലേ. അപ്പോൾ തെർമോകോൾ ഒരു നല്ല ആഡിയാബാറ്റിക് വാളാണ്. അപ്പോൾ ഹീറ്റ് ഇൻസുലേറ്റിംഗ് വാൾസ് ആർ കോൾഡ് ആഡിയാബാറ്റിക് വാൾ. ഹീറ്റ് കണ്ടക്റ്റിംഗ് വാൾസ് ആർ കോൾഡ് ഡയാതെർമിക് വാൾ. ഹീറ്റ് കണ്ടക്റ്റിംഗ് വാൾസിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ചോറ്റുപാത്രം. നിങ്ങളൊക്കെ കുട്ടികളല്ലേ, ചോറ്റുപാത്രം ബാഗിലിട്ട് അമ്മ കഷ്ടപ്പെട്ട് രാവിലെ എണീറ്റ് പാചകം ചെയ്ത് തന്ന ഉച്ചക്കത്തെ ഫുഡ് നിങ്ങൾ ബാഗിലിട്ടിട്ട് തൂക്കി പോകുമ്പോൾ, സ്കൂളിലേക്ക് പോകും വഴി നിങ്ങൾക്ക് ബാക്കിൽ ചൂടാവുന്നില്ലേ? ആ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാന്ന് ആ ചോറ്റുപാത്രത്തിൽ നിങ്ങളുടെ ബോഡിയിലെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ ആ ചോറ്റുപാത്രത്തിൻ്റെ വാളിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഡയാതെർമിക് വാൾ. അപ്പോൾ നമുക്ക് എന്താണ് സീറോത്തിലോ നോക്കാം. ഇതിൽ നിറയെ പാലെടുത്തു, ഇതിൽ നിറയെ വെള്ളം എടുത്തു. ഈ പാലിലൊഴിക്കാലല്ല ഇത് വെള്ളം. ഈ വാളെന്ന് പറയുന്നത് അഡിയാബാറ്റിക് വാളാണ്. അപ്പോൾ ഇവിടെ സപ്പോസ് ഇവിടെ 50 ഡിഗ്രി സെൽഷ്യസ് ആണ്, ഇവിടെ 40 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇങ്ങോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യോ? ഇല്ല. കാരണം എന്താ? ഇത് അഡിയാബാറ്റിക് വാളാണ്. പകരം നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ നേരത്തെ ചിക്കൻ വറുത്തൊരു ചട്ടിയുണ്ട്, ആ ചട്ടി ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. ആ ചിക്കൻ വറുത്ത ചട്ടി നമ്മളിവിടെ വെച്ചു. അപ്പോൾ സ്വാഭാവികമായും ചട്ടിക്ക് മുകളിൽ നമ്മൾ അടപ്പ് വെക്കൽ അലൂമിനിയത്തിൻ്റെ പ്ലേറ്റൊക്കെയാണ് അടപ്പ് വെക്കൽ. അപ്പോൾ ഇത് അലൂമിനിയത്തിൻ്റെ പ്ലേറ്റ് എന്ന് പറയുന്നത് ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്ന വാളാണ്. അപ്പോൾ ദിസ് ഈസ് ഡയാതെർമിക് വാൾ. അപ്പോൾ ഇതൊരു 60 ഡിഗ്രി സ്വാഭാവികമായിട്ടും ഇവിടുന്ന് ടെമ്പറേച്ചർ ഇങ്ങോട്ട് പോകൂലേ. അപ്പോൾ ഇതിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിൽ മൂന്നിലും തുല്യ ടെമ്പറേച്ചർ വരും. ഇവിടുത്തെ ടെമ്പറേച്ചർ T1, T2, T3 ആണെങ്കിൽ മൂന്നാമത്തെ സിസ്റ്റത്തിൻ്റെ വരവോടുകൂടെ ഈ രണ്ടിലെയും എയിലെയും ബിയിലെയും ടെമ്പറേച്ചർ തുല്യമാകുന്നുവെങ്കിൽ ദിസ് ഈസ് കോൾഡ് zeroth law of thermodynamics. Two systems become in same thermal equilibrium with a third system. മൂന്നാമത്തെ സിസ്റ്റം വന്നതോടുകൂടെ ഈ രണ്ട് സിസ്റ്റവും ഒരേ ടെമ്പറേച്ചറായി മാറിയെങ്കിൽ, ഒരേ തെർമൽ ഇക്വിലിബ്രിയത്തിലായി മാറിയെങ്കിൽ ദിസ് ഈസ് കോൾഡ് zeroth law of thermodynamics. Students listen here. Students listen here. ശ്രദ്ധിക്കുക. This is called zeroth law of thermodynamics. ഓക്കെ. അങ്ങനെ ഞാൻ 2012 എൻ്റെ കല്യാണം കഴിഞ്ഞത്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ഭാര്യ വീട്ടിലേക്ക് വന്നിട്ട് ആദ്യം എൻ്റെ ഭാര്യയുടെ കയ്യിൽ എൻ്റെ ഉമ്മച്ചി കൊടുത്തത് ഒരു പാക്കറ്റ് പാലാണ്. എന്തിനാണ് പഠിച്ചോനെ ഈ കുട്ടിക്ക് പാല് കൊടുത്തത്? അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ പാല് ചൂടാക്കിയിട്ട് എനിക്ക് തരാനുള്ളതാണ്. അപ്പോൾ ഈ പാല് തിളപ്പിക്കുന്ന കഥയാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സംശയമുണ്ടല്ലേ? പാല് തിളപ്പിക്കുന്ന കഥ എങ്ങനെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആവാൻ? നമുക്ക് നോക്കാം എങ്ങനെയാണ് എനിക്ക് എൻ്റെ പ്രിയതമ ആദ്യമായിട്ട് തരാൻ ആവശ്യമായ പാല് കാച്ചൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആവുന്നത്. നിങ്ങൾ ഒരു പാൽ പാക്കറ്റ് കയ്യിൽ കിട്ടിയാൽ നിങ്ങളെന്താ ചെയ്യുക? ഇതുകൂട്ടൊരു പാത്രം എടുക്കും. എന്നിട്ട് ആ പാല് ആരെങ്കിലും ഉണ്ടോ ഒക്കെ നോക്കി, ആരുമില്ല, കടിച്ച് പൊട്ടിച്ചിട്ട് ഇതിലൊഴിക്കും. നിങ്ങൾ പാല് ചൂടാക്കാണ് വീട്ടിൽ, സ്വാഭാവികമായി ഇതിലുള്ളത് പാലാണ്. ഇതിലുള്ളത് എന്താ? പാലാണ്. അപ്പോൾ ഇനി നമുക്ക് പാല് ചൂടാക്കണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സുന കിട്ടണം. ഈ സുന നമ്മൾ തരികയാണ്. ഈ സുന ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്? എന്തായാലും പറയില്ല, ഗ്യാസ് ലൈറ്റർ ഒരു സൗണ്ടോട് കൂടി ഇവിടെ തീ കത്താൻ തുടങ്ങും. സ്വാഭാവികമായി ΔQ. ദിസ് ഈസ് ഹീറ്റ് അപ്ലൈഡ്. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അപ്ലൈഡ് ടു ദ പാല് ഫ്രം ഗ്യാസ് സ്റ്റവ് ഹീറ്റ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഗ്യാസ് സ്റ്റവ് സറൗണ്ടിങ്ങിലല്ലേ, സ്വാഭാവികമായും ഈ പാൽ മോളിക്യൂൾ ചാടിക്കളിക്കാൻ തുടങ്ങൂലേ. അഥവാ പാൽ മോളിക്യൂൾ ചൂടാകുമ്പോൾ എന്ത് ചെയ്യും? ചാടിക്കളിക്കാൻ തുടങ്ങുക. കാരണം അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആവും. ഇത് ഉഴുന്ന് സമൂസ എന്നല്ല. എന്താ കുട്ടികളെ? ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആവും. എന്താണ് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആവും. സ്വാഭാവികമായും പാലാണ്. ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ അത് തിളച്ച് അടുക്കളയിലെത്തും. പലപ്പോഴും നിങ്ങൾക്ക് അമ്മമാരോട് ചീത്ത കിട്ടിയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ അത് അടുക്കളയിലെത്തും. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾക്ക് ഈ പാല് പെട്ടെന്ന് തിളച്ച് മറിഞ്ഞ് അടുക്കളയിലെത്തി. ഓക്കെ. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ടു അടുക്കള. അമ്മയോട് തല്ല് കിട്ടി, പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഒരു പാക്കറ്റ് പാല് കാച്ചലാണ് എന്ത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ΔQ, എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അപ്ലൈഡ് ടു ദ സിസ്റ്റം ഫ്രം സറൗണ്ടിങ്. ഗ്യാസ് സ്റ്റവ് സറൗണ്ടിങ്ങില്ല. ഇതിനകത്ത് എന്താ? ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഇൻ ദ സിസ്റ്റം.
സിസ്റ്റത്തിലെ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ടു അടുക്കളയിലേക്കാണ് പാലൊഴുകിയത്. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ടു സറൗണ്ടിങ്. അപ്പോൾ നമുക്ക് എഴുതാം ഡെൽറ്റ ക്യൂ ആണ് ഇൻപുട്ട് കൊടുത്തത്. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ദിസ് ഈസ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഇവിടെ ഞാൻ വളരെ പ്രധാനപ്പെട്ട 1-2 പോയിന്റ്സ് പറയാണ്. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ശ്രദ്ധിക്കുക കുട്ടികളെ, ശ്രദ്ധിക്കുക. ഞാനൊരു ഷോർട്ട് കട്ട് പഠിക്കാം, അതൊന്ന് ഏറ്റു പറയണേ നിങ്ങൾ. ഐ ടി ടി ഐ ബി പി ഐ സി വി എ ഡി ക്യു. എന്താണ്? ഐ ടി ടി ഐ ബി പി ഐ സി വി എ ഡി ക്യു. ഐസോതെർമലിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, ഐസോബാറിക്കിൽ പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, ഐസോകോറിക്കിൽ വോളിയം കോൺസ്റ്റൻ്റ് ആണ്, അഡിയാബാറ്റിക്കിൽ ഹീറ്റ് എനർജി കോൺസ്റ്റൻ്റ് ആണ്. വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, ഐസോതെർമൽ ഏതാ ടെമ്പറേച്ചർ, ഐസോബാറിക് പ്രഷർ, ഐസോകോറിക് വോളിയം, അഡിയാബാറ്റിക് ഹീറ്റ്. ഇതൊന്ന് എഴുതി ചൊല്ലി പഠിച്ചാൽ ഒരിക്കലും ഏത് പ്രോസസ്സിലാണ് ആരാണ് കോൺസ്റ്റൻ്റ് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷൻ ഉണ്ടാകില്ല. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു. ഐസോതെർമൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചറും ഈ ഇൻറ്റേർണൽ എനർജിയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനല്ല. ഐഡിയൽ ഗ്യാസിൻ്റെ കേസിൽ ടെമ്പറേച്ചറും ഇൻറ്റേർണൽ എനർജിയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനല്ല. അപ്പോൾ നമുക്ക് ഐസോതെർമൽ പ്രോസസ്സിൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഐസോതെർമൽ പ്രോസസ്സിൽ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു, അതായത് ഐസോതെർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചറാണ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഡെൽറ്റ ടി 0, അപ്പോൾ ഡെൽറ്റ യു 0, അപ്പോൾ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടുന്ന എപ്പോഴാണ്? ഐസോതെർമൽ പ്രോസസ്. ഇൻ ഐസോതെർമൽസ് ദ അപ്ലൈഡ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് കൺവേർട്ടഡ് ടു വർക്ക് ഓൺലി. ശ്രദ്ധിക്കുക. ഇനി ഐസോബാറിക് ഐസോകോറിക് പ്രോസസ്സിൽ ഐസോകോറിക് പ്രോസസ് ICV, ഐസോകോറിക് പ്രോസസ്സിൽ ആരാ? വോളിയാണ് കോൺസ്റ്റൻറ്റ്. ആര് കോൺസ്റ്റൻറ്റ്? വോളിയം. അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു പി ഡെൽറ്റ വി. ഇന്നലെ ക്ലാസ് എടുത്ത കെമിസ്ട്രിയിലെ പ്രഗത്ഭനായ അധ്യാപകൻ RF നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നു ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു പി ഡെൽറ്റ വി. അപ്പോൾ സ്വാഭാവികമായും ഡെൽറ്റ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ പി ഡെൽറ്റ വി ആണ്. അപ്പോൾ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. അപ്പോൾ വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡെൽറ്റ വി 0 അല്ലേ മക്കളെ? ചേഞ്ച് ഉണ്ടാകുമോ വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ? അപ്പോൾ പി ഡെൽറ്റ വി 0 മാറിയില്ലേ? അപ്പോൾ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു. അപ്പോൾ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് പറയുന്ന ഏത് ഇക്വേഷനാണ്? ഏത് പ്രോസസ്സുമായി ബന്ധപ്പെട്ടതാണ്? ICV, ഐസോകോറിക് പ്രോസസ്. ഇനി അഡിയാബാറ്റിക് പ്രോസസ്സിൻ്റെ കഥ പറയാം. അഡിയാബാറ്റിക് പ്രോസസ്സിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. അഡിയാബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് എനർജി അല്ലേ കോൺസ്റ്റൻറ്റ്? ADQ, ഹീറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ദർ ഇസ് നോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. അത് അഡിയാബാറ്റിക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് എന്താണ് ADQ? അപ്പോൾ നമുക്ക് ഡെൽറ്റ ക്യൂ കോൺസ്റ്റൻ്റ് ആണ്. ക്യൂ കോൺസ്റ്റൻറ്റ്. ദെൻ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു 0 ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. A പ്ലസ് ബി ഈക്വൽ ടു 0 ആണെങ്കിൽ A ഈക്വൽ ടു മൈനസ് ബി ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു. ഈ ഇക്വേഷൻ ഒബേ ചെയ്യുന്ന തെർമോഡൈനാമിക് പ്രോസസ്സ് ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട ഉത്തരമാണ് അഡിയാബാറ്റിക് പ്രോസസ്സ്. ശ്രദ്ധിക്കുക. ഐസോതെർമൽ, അഡിയാബാറ്റിക്, ഐസോകോറിക്, ഐസോബാറിക് ഒക്കെ പറഞ്ഞു. ഇനി ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട മറ്റ് 2 പോയിന്റ്സ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഹീറ്റ് എഞ്ചിൻ. എന്താണ് ഹീറ്റ് എഞ്ചിൻ? ശ്രദ്ധിക്കുക. ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കപ്പെടുന്ന എഞ്ചിൻ വിളിക്കുന്ന പേരാണ് ഹീറ്റ് എഞ്ചിൻ. അപ്പോൾ എന്താ ഹീറ്റ് എഞ്ചിൻ? ഹീറ്റ് എനർജിയെ മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുക. മക്കളെ, നിങ്ങൾ ആരെങ്കിലും ഹീറ്റ് എഞ്ചിൻ കണ്ടിക്കണോ? ഞാനും കുറേ കാലം ഹീറ്റ് എഞ്ചിൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് പരിതപിച്ച ഒരാളായിരുന്നു. എവിടെ നിന്നാണ് അപ്പോൾ ഒരു ഹീറ്റ് എഞ്ചിൻ കാണാൻ? എൻ്റെ ഒരു സംശയം, ട്രെയിനറ്റാണോ ഹീറ്റ് എഞ്ചിൻ? ആവി എഞ്ചിൻ എന്നൊക്കെ നമ്മൾ കേട്ടാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, നമ്മൾ യാത്ര ചെയ്യുന്ന എല്ലാ വാഹനങ്ങളും ഹീറ്റ് എഞ്ചിൻ ഉദാഹരണമാണ്. ശ്രദ്ധിക്കുക. ഹീറ്റ് എഞ്ചിൻ്റെ പ്രധാന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കൺവേർഷൻ ഓഫ് ഹീറ്റ് എനർജി ടു മെക്കാനിക്കൽ എനർജി. അപ്പോൾ നമുക്ക് ഹീറ്റ് എഞ്ചിന് ഉണ്ടാകുന്ന 3 ഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഹീറ്റ് എഞ്ചിൻ ഉണ്ടാകുന്ന 3 ഭാഗങ്ങൾ. ഒന്ന് സോഴ്സ്. ഇത് സോഴ്സ് അല്ല, സോഴ്സ് ആണ്. സോഴ്സ്. ദിസ് ഈസ് വർക്കിംഗ് സബ്സ്റ്റൻസ്, സിങ്ക്. അപ്പോൾ നമുക്ക് സോഴ്സ് എന്ന് പറഞ്ഞാൽ റിസർവോയർ അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഒന്നുകൂടി പറഞ്ഞേ, റിസർവോയർ അറ്റ് ഹൈ ടെമ്പറേച്ചർ. എപ്പോഴും ഹൈ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നൊരു ഡിവൈസാണ് സോഴ്സ്.
നമ്മുടെ വാഹനങ്ങളിൽ ബാറ്ററിയുമായി ബന്ധപ്പെട്ടുള്ള സംവിധാനമാണ് സോഴ്സ് എന്ന് പറയുന്ന ഭാഗമായിട്ട് അറിയപ്പെടുന്നത്. അവിടെ എപ്പോഴും ഹൈ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യും. നമ്മൾ ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി നീങ്ങുമോ? ഒരു വാഹനം മൂവ് ചെയ്യണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ട 3 സംഗതിയാണ് ഇതെന്ന്. 1 സോഴ്സ്, 2 വർക്കിംഗ് സബ്സ്റ്റൻസ്, 3 സിങ്ക്. ഞങ്ങൾ വയനാട്ടിലേക്ക് ഒരു കല്യാണത്തിന് പോയിരുന്നു. സിങ്കിൻ്റെ പർപ്പസ് എന്താണ്? ലോ ടെമ്പറേച്ചർ റിസർവോയർ ആണ്. ഇത് ഹൈ ടെമ്പറേച്ചർ റിസർവോയർ. സോഴ്സ് ഈസ് ദ റിസർവോയർ അറ്റ് ഹൈ ടെമ്പറേച്ചർ, സിങ്ക് ഈസ് ദ റിസർവോയർ അറ്റ് ലോ ടെമ്പറേച്ചർ. ഞങ്ങൾ വയനാട്ടിലൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അവനെ വിളിക്കൽ ഒരു ടൈറ്റിൽ പേരിലാണ് വിളിക്കൽ. കാവനൂർക്കാരാണ് ആ സുഹൃത്ത്. ആ സുഹൃത്ത് ഞങ്ങൾക്കൊരു ഇന്നോവ തന്നു ഒരു കല്യാണത്തിന് പോകാൻ. അപ്പോൾ ആ ഇന്നോവയുടെ ബാക്കിൽ ഡിക്കി തുറന്ന സമയത്ത് അതിൽ നിറയെ വെള്ളത്തിൻ്റെ ബോട്ടിലുകളുണ്ട്. അങ്ങനെ വെള്ളത്തിൻ്റെ ബോട്ടിലുകളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ബാഗൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങൾക്കൊന്നും അറിഞ്ഞൂടല്ലോ, ബാഗൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളത്തിൻ്റെ ബോട്ടിലൊക്കെ ഒഴിച്ചു ഞങ്ങൾ വീട്ടിലിറക്കി വെച്ചു. അങ്ങനെ വയനാട് ഒരു 3ാമത്തെ വളവ് കഴിഞ്ഞ് 4ാമത്തെ വളവിലെത്തിയപ്പോൾ വണ്ടി നിന്നു. അപ്പോൾ വണ്ടി നിന്നു. ഞാൻ നേരെ ഡ്രൈവറെ വിളിച്ചു. ഹലോ സുഹൃത്തെ, ഈ വണ്ടി നിന്നല്ലോ, ഓഫായല്ലോ, ഇനിയിപ്പോൾ എങ്ങനെ ഞങ്ങൾ കല്യാണത്തിനെത്തുക? അപ്പോൾ ഡ്രൈവർ പറഞ്ഞു എന്നോട്, മോനെ ഡിക്ക് തുറക്ക്. ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി ഡിക്ക് തുറന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിക്ക് തുറന്നു, അതിൽ നിറയെ കുപ്പിയില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു കുപ്പിയില്ല. ആ കുപ്പിയിൽ നിറയെ വെള്ളമല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളമല്ല, ഞങ്ങൾ വീട്ടിൽ അതൊക്കെ ഇറക്കി വെച്ചാണ്. അതെന്തിനാണെന്നറിയോ? സിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ വാഹനങ്ങളുടെ റേഡിയേറ്ററാണ്. അവിടെ ചൂട് കൂടിയാൽ വാഹനം നിൽക്കും. എന്നിട്ട് നമ്മൾ വെള്ളമൊഴിച്ച് തണുപ്പിച്ചിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ആ സാധു അദ്ദേഹം ഞങ്ങളെപ്പോഴെങ്കിലും കുടുങ്ങുകയാണെങ്കിൽ വെള്ളമൊഴിച്ച് തണുപ്പിച്ചിട്ടോ എന്ന് കരുതി ബോട്ടിൽ മുഴുവൻ വെള്ളം നിറച്ച് വെച്ചതായിരുന്നു. ഞങ്ങൾക്കത് വല്ലതും അറിയോ? അപ്പോൾ എന്താണ്? സോഴ്സ് റിസർവോയർ അറ്റ് ഹൈ ടെമ്പറേച്ചർ, സിങ്ക് റിസർവോയർ അറ്റ് ലോ ടെമ്പറേച്ചർ. ഇനി വർക്കിംഗ് സബ്സ്റ്റൻസ്. ഇത് തീർന്നാലും നിങ്ങൾ കണ്ടു കാണണം, നാട്ടിലിങ്ങനെ ബൈക്കൊക്കെ ഉന്തി തള്ളിക്കൊണ്ടു പോകുന്ന ആൾക്കാർ. അതാണ് വർക്ക് ചെയ്യാൻ ആവശ്യമായ സബ്സ്റ്റൻസ്, അഥവാ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ വാഹനങ്ങളിൽ. ഈ 3 സംഗതി ഇല്ലെങ്കിൽ വാഹനം മൂവ് ആവില്ലാന്ന്. അപ്പോൾ നമ്മൾ ഇതാണ് ഹീറ്റ് എഞ്ചിൻ്റെ പ്രധാനപ്പെട്ട പാർട്സ്. ഒന്ന് സോഴ്സ്, റിസർവോയർ അറ്റ് ഹൈ ടെമ്പറേച്ചർ, വർക്കിംഗ് സബ്സ്റ്റൻസ് ആർ ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ ദ മെക്കാനിക്കൽ വർക്കിംഗ് ഓഫ് എഞ്ചിൻ, സിങ്ക് ഈസ് ദ കോൾഡ് റിസർവോയർ. അവിടെ എപ്പോഴും റിസർവോയറിനെ സംഭരണി. ദിസ് ഈസ് ലവ് റിസർവോയർ. സ്നേഹം സംഭരിച്ച് വെക്കുന്ന പാത്രമാണിത്, നിങ്ങളുടെ ഹൃദയം. ദിസ് ഈസ് കോൾഡ് ലവ് റിസർവോയർ. അപ്പോൾ സിങ്ക് കോൾഡ് ടെമ്പറേച്ചർ റിസർവോയർ, സോഴ്സ് ഹൈ ടെമ്പറേച്ചർ റിസർവോയർ. നമുക്കിതിൻ്റെ എഫിഷ്യൻസി കാണാം. ഇവിടെ ശ്രദ്ധിക്കട്ടോ. Q1 Q2 W, Q1 Q2 W. ഇവിടെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റ് Q1, ഇവിടെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റ് Q2 W. അപ്പോൾ എഫിഷ്യൻസി ഉണ്ട്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ടാണ്. അപ്പോൾ ഈ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ, മക്കളെ നമ്മൾ വീട്ടിൽ വാഹനം വാങ്ങുന്നത് ഇതാണ് ഔട്ട്പുട്ട് എന്നാണ് പല കുട്ടികളും പരീക്ഷയ്ക്ക് എഴുതി വെക്കൽ. Q2 ആണ് ഔട്ട്പുട്ട്. വീട്ടിൽ നിങ്ങൾ വണ്ടി വാങ്ങുന്നത് റേഡിയേറ്റർ കിട്ടാനാ, അവിടെ തണുപ്പിട്ടാണെങ്കിൽ ഫ്രിഡ്ജോ എ സിയോ വെച്ചാൽ പോരെ? എ സി വെച്ചാൽ മതി. വീട്ടിലാണെങ്കിൽ തണുപ്പിക്കണമെങ്കിൽ ഫ്രിഡ്ജ് വാങ്ങിയാലും മതി. ഫ്രിഡ്ജിൻ്റെ കഥ നമ്മൾ വഴിയെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഔട്ട്പുട്ട്, ഇവിടെ ഔട്ട്പുട്ട് ആരാ? മെക്കാനിക്കൽ വർക്ക്. വാഹനം വാങ്ങാന്ന് പറഞ്ഞാൽ വർക്ക് കിട്ടാനാണ്. അപ്പോൾ W ബൈ ഇൻപുട്ട് ആരാ? ആരാ? Q1 അല്ലേ ഇൻപുട്ട്. ഇനി നോക്ക്, ഈ Q1 ഇങ്ങനെ വന്നിട്ട് 2ആയിട്ട് പിരിഞ്ഞില്ലേ? സങ്കടപ്പെടണ്ട. നമ്മൾ റെഫ്രിജറേറ്ററിൽ അവർ ഒരുമിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരുമിച്ച് വന്നിട്ട് 2ആയിട്ട് പിരിഞ്ഞ് പോയാൽ ആരും സങ്കടപ്പെടരുത്. മക്കളെ ശ്രദ്ധിക്കുക. Q1 ഈക്വൽ ടു W പ്ലസ് Q2 എന്ന് എഴുതിക്കൂടെ? Q1 ഈക്വൽ ടു W പ്ലസ് Q2. അപ്പം നമുക്ക് W ഈക്വൽ ടു Q1 മൈനസ് Q2 എഴുതിക്കൂടെ? അപ്പോൾ എഫിഷ്യൻസി ഈക്വൽ ടു Wക്ക് പകരം Q1 മൈനസ് Q2 ബൈ Q1 അല്ലേ? Q1 മൈനസ് Q2 ബൈ Q1. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? Q1 ബൈ Q1 മൈനസ് Q2 ബൈ Q1 എന്ന് എഴുതാലോ? അപ്പോൾ 1 മൈനസ് Q2 ബൈ Q1 എന്ന് എഴുതാലോ? അപ്പോൾ എഫിഷ്യൻസി ഈക്വൽ ടു 1 മൈനസ് Q2 ബൈ Q1. ഇതാണ് ഹീറ്റ് എഞ്ചിൻ്റെ എഫിഷ്യൻസി. ഇനി നമ്മൾ ടെമ്പറേച്ചർ ടേംസിൽ എഴുതുകയാണെങ്കിൽ ഈറ്റ ഈക്വൽ ടു 1 മൈനസ് T2 ബൈ T1 എന്ന് എഴുതാനും പറ്റും. കാരണം Q പ്രൊപ്പോർഷൻ ടു T ആണ്. നമ്മൾ ഹീറ്റ് എഞ്ചിൻ കഴിഞ്ഞു. ഇനി വീട്ടിലെ റെഫ്രിജറേറ്റർ, ഫ്രിഡ്ജ്, ഈ റെഫ്രിജറേറ്റർ അതിൻ്റെ വിളിക്കുന്ന വേറെ റിവേഴ്സ് ഓഫ് ദ ഹീറ്റ് എഞ്ചിൻ ഈസ് കോൾഡ് റെഫ്രിജറേറ്റർ. നിങ്ങൾക്ക് നല്ല സുഖമാണ്. റിവേഴ്സ് എന്ന് പറഞ്ഞു. ഇയാൾ ഇങ്ങോട്ട് വരച്ചു, ഇയാളെ ഇങ്ങോട്ട് വരച്ചു, ഇയാളെ ഇങ്ങോട്ട് വരച്ചു. അപ്പോൾ ഒരു റെഫ്രിജറേറ്ററിൻ്റെ അഥവാ വീട്ടിലുള്ള ഫ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ എന്താ? കൺവേർഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ടു ഹീറ്റ് എനർജി. ആദ്യം എന്തായിരുന്നു? ഹീറ്റ് എഞ്ചിൻ എന്താ? കൺവേർഷൻ ഓഫ് ഹീറ്റ് എനർജി ടു മെക്കാനിക്കൽ എനർജി. എന്നാൽ ഇവിടെ എന്താണ്? കൺവേർഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ടു ഹീറ്റ് എനർജി. എങ്ങനെയാണ് വീട്ടിൽ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ സോഴ്സ് ആരാ? സോഴ്സ് ഹൈ ടെമ്പറേച്ചർ റിസർവോയർ. അവിടെ വലിയ ടെമ്പറേച്ചർ വേണം. അപ്പോൾ ആരാ സോഴ്സ്? പല കുട്ടികളും ചോദിക്കാറ്, ഞാൻ ക്ലാസ് റൂമിൽ നിന്ന് ചോദിക്കുക, നിങ്ങളോടൊക്കെ തന്നെ ചോദിക്കുക, ഇതിലാരാ ഔട്ട്പുട്ട്? എല്ലാവരും പറയും ചിത്രം നോക്കിയിട്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണോ?
ചൂട് കൂടുതൽ കിട്ടുന്ന ഇടമാണ് സോഴ്സ്. കാരണം ഈ ചൂട് കൂടുതൽ കിട്ടുന്ന ഇടം എന്ന് പറയുന്നത് ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡാണ്. ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ പോയി നോക്കുന്നുണ്ട്, ഞാൻ ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ പോയി ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ എന്താണ് ചൂട് കൂടുതലാണ്, അവിടെ ചൂട് കൂടുതലാണ്. കാരണം റൂമാണ് നമ്മൾ സോഴ്സായിട്ട് പരിഗണിക്കുന്നത്. കാരണം ഇവിടെ ചൂട് കൂടുതലായിരിക്കും റൂമിൽ എപ്പോഴും ഫ്രിഡ്ജിനെ കമ്പയർ ചെയ്ത്. വർക്കിംഗ് സബ്സ്റ്റൻസ് ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ ഒരു മുടുക പോലത്തെ ഒരു സിലിണ്ടർ നിങ്ങൾ കാണാം. അതിൽ മുഴുവൻ ആര് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഗ്യാസ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസാണ് ഇവിടുത്തെ വർക്കിംഗ് സബ്സ്റ്റൻസ്. സിങ്ക് ഇതാണ് നമ്മുടെ ഫ്രീസർ. ഇവിടെ എപ്പോഴും ലോ ടെമ്പറേച്ചർ ഉണ്ടാകും. ഇവിടെ വല്ല ഹൈ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അയാളെ വലിച്ച് പുറത്തേക്ക് തള്ളുന്നതുകൊണ്ടാണ് ഈ പ്രോസസ്സ്. ഇതാണ് ഫ്രിഡ്ജിൽ നടക്കുന്ന സിമ്പിൾ പ്രോസസ്സ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് കാണാം. കോഎഫിഷ്യൻ്റ് ഓഫ് പെർഫോമൻസ് ആൽഫ ഈക്വൽ ടു ഇവിടെയും ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്, ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. അപ്പോൾ നമുക്ക് ആൽഫ ഇസ് ഈക്വൽ ടു ഇവിടെ ഔട്ട്പുട്ട് ആരാ? നമുക്ക് എന്താണ് ഇതിൽ ഔട്ട്പുട്ട് കിട്ടുന്നത് ആരാ? ഇതല്ലേ, ഇവിടെ തണുപ്പല്ലേ കിട്ടേണ്ടത്. അപ്പോൾ Q2 ഇൻപുട്ട് ആരാ? മെക്കാനിക്കൽ വർക്ക് Q2 ബൈ W, Q2 ബൈ W. നോക്കാം നമുക്ക് W എന്താണ്. മക്കളെ ശ്രദ്ധിക്കൂ, നേരത്തെ വഴി പിരിഞ്ഞു പോയ രണ്ടാളുകൾ തിരിച്ചു വന്നില്ലേ? W വന്നു, Q2 വന്നു, Q1 ആയിട്ട് പോയില്ലേ? നിങ്ങളുടെ സങ്കടം മാറി കിട്ടിയില്ലേ? അപ്പോൾ എന്താ W പ്ലസ് Q2 ഈക്വൽ ടു Q1 അല്ലേ? അപ്പോൾ ആൽഫ ഈക്വൽ ടു Q2 ബൈ Q1 മൈനസ് Q2, Q2 ബൈ Q1 മൈനസ് Q2. അപ്പോൾ നമുക്കിതിന് എങ്ങനെ എഴുതാം? ഇതിന് നമുക്ക് Q2 ബൈ Q1 മൈനസ് Q2 ബൈ Q2 നിങ്ങൾ തെറ്റിച്ചെഴുതരുത്. ഇത് ഡിനോമിനേറ്ററിലാണ് മൈനസ്, അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആൽഫ ഈക്വൽ ടു T2 ബൈ T1 മൈനസ് T2 എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഞാൻ ഹീറ്റ് എഞ്ചിനും റെഫ്രിജറേറ്ററും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിലെ അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കാർനോട്ട് എഞ്ചിനാണ്. ഐഡിയൽ ഹീറ്റ് എഞ്ചിനെ വിളിക്കുന്ന പേരാണ് കാർനോട്ട് എഞ്ചിൻ. കാർനോട്ട് എഞ്ചിൻ സൈക്ലിക് പ്രോസസ്സിലാണ് വർക്ക് ചെയ്യുന്നത്. സൈക്ലിക് പ്രോസസ്സിലാണ് കാർനോട്ട് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ആ സൈക്കിൾ വരക്കേണ്ടത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് കാർനോട്ട് സൈക്കിൾ എന്നാണ്. ഈ പ്രോസസ്സ് A to B പ്രോസസ്സ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. പ്രോസസ്സ് ഇൻവോൾവ്ഡ് ഇൻ കാർനോട്ട് എഞ്ചിൻ. A to B പ്രോസസ്സ് ഐസോതെർമൽ എക്സ്പാൻഷൻ. B to C പ്രോസസ്സ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, വോളിയം കൂടുന്നതിന് നമ്മൾ എക്സ്പാൻഷൻ എന്ന് പറയും. C to D പ്രോസസ്സ് ഐസോതെർമൽ കംപ്രഷൻ. D to A പ്രോസസ്സ് അഡിയാബാറ്റിക് കംപ്രഷൻ. ഓർമ്മയിലുണ്ടാവണം, പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കാർനോട്ട് സൈക്കിളിൻ്റെ പ്രോസസ്സ് ഇൻ വിച്ച് ദ പ്രോസസ്സ് ഇൻവോൾവ്ഡ് ഇൻ കാർനോട്ട് സൈക്കിൾ. 4 സ്റ്റെപ്പാണ്. ഫസ്റ്റ് വൺ ഈസ് ഐസോതെർമൽ എക്സ്പാൻഷൻ, സെക്കൻഡ് വൺ ഈസ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഈ വോളിയം കുറയാണ്. തേർഡ് വൺ ഈസ് ഐസോതെർമൽ കംപ്രഷൻ, ഫോർത്ത് വൺ ഈസ് അഡിയാബാറ്റിക് കംപ്രഷൻ. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. എഫിഷ്യൻസി ഓഫ് ദ കാർനോട്ട് എഞ്ചിൻ 1 മൈനസ് T2 ബൈ T1 തന്നെയാണ്. ഇതിൻ്റെ ഡെറിവേഷൻ ടെക്സ്റ്റിൽ നോക്കിയിട്ട് നിങ്ങൾ കൃത്യമായി എഴുതി പഠിക്കുക. നമുക്കവിടെ പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. ഈ ടൈക്കിൾ 1 മൈനസ് T2 ബൈ T1 കൃത്യമായി എഴുതി പഠിക്കുക. ഇത് വെച്ച് പ്രോബ്ലംസ് ഇഷ്ടം പോലെ ചോദിക്കാറുണ്ട്. ഈറ്റ ഈക്വൽ ടു 1 മൈനസ് T2 ബൈ T1. കാരണം ഹീറ്റ് എഞ്ചിന് കിട്ടിയ അതേ എഫിഷ്യൻസിയുടെ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും കിട്ടിയത്. കാരണം എന്താ, ഐഡിയൽ ഹീറ്റ് എഞ്ചിനെ വിളിക്കുന്ന പേരാണ് കാർനോട്ട് എഞ്ചിൻ. കാർനോട്ട് എഞ്ചിൻ്റെ വർക്കിംഗ് സബ്സ്റ്റൻസ് ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഐഡിയൽ ഗ്യാസാണ്. നമുക്കൊരു രസം കേൾക്കണോ? ഈ കാർനോട്ട് എഞ്ചിൻ ഇതുവരെ റോട്ടിൽ ഇറങ്ങിയിട്ടില്ല. പുസ്തകത്തിൽ